അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വെൽക്കം. നമ്മുടെ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്, പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിങ്. അൽഹംദുലില്ലാഹ്, ഇതിനു മുമ്പ് ഒരു ബാച്ച് തീർന്നു. അന്നൊരു പബ്ലിക് പ്രോഗ്രാം ഞാൻ നടത്തിയിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ആളുകൾ പബ്ലിക് പ്രോഗ്രാമായപ്പോൾ ഒരാൾ ചേർന്നു. അതിൽ നിന്നാണ് ഞാൻ അടുത്തൊരു ബാച്ച് തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്, ആ ബാച്ച് കാരണം ആളുകൾക്ക് അതിൻ്റെ പോയിന്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ബാച്ച് FMW ബാച്ച്, ഫ്രൈഡേ, അതുപോലെ മൺഡേ, വെനസ്ഡേ, ഈ ബാച്ച് അതിൻ്റെ സെക്ഷൻ 6 ഏകദേശം 7 സെക്ഷനാണ് ഉണ്ടാവുക. 6 സെക്ഷനാണ്. അതിൻ്റെ 6ാമത്തെ സെക്ഷൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ന്. ഇനി 7ാമത്തെ സെക്ഷൻ കൂടി ബാക്കി ഉണ്ടാവുള്ളൂ. ഒപ്പം ഞാൻ വേറെ ബാച്ച് ഇപ്പോൾ വരുന്നുണ്ട്. സോ അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ പബ്ലിക് ക്ലാസ് ആക്കി. വല്ലപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് പബ്ലിക് ക്ലാസ് ആക്കി കൊടുക്കും. അപ്പോഴേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ, അതിന് വേണ്ടിയിട്ട്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് റീപാരൻറ്റിങ് വളരെ അപൂർവമായിട്ടാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്തത് വരുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലൊക്കെ, പുറത്തെല്ലാം മുമ്പേ വന്നിട്ടുണ്ട്. റീപാരൻറ്റിങ് എന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ക്ലാസ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഇതിൽ പങ്കെടുത്തിട്ടില്ല എല്ലാവർക്കും ഫസ്റ്റ്ലി വെൽക്കം. നമ്മൾ വെൽക്കം അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എന്താണ് റീപാരൻറ്റിങ്? ആദ്യം പ്ലെയിനായിട്ട് പറയാം. റീപാരൻറ്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഓരോ മനുഷ്യൻ, നമ്മളൊക്കെ വളർന്നു വന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ നമ്മുടെ സിബ്ലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, വല്യമ്മ, വല്യപ്പ, അമ്മാവൻ, എളാപ്പ, മൂത്തമ്മ, മൂത്താപ്പ, അതിലുപരി നമ്മുടെ എഡ്യൂക്കേറ്റിംഗ് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് മുസ്ലിംസായ നമുക്ക് എഡ്യൂക്കേറ്റിംഗ് കമ്മിറ്റി, നമ്മളെ മൊല്ലാക്കന്മാർ, അപ്പോൾ അവർ, അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ്, എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റി, ഇവരിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ടാകുന്ന അൺഹെൽത്തി പാരൻറ്റിങ്, അൺഹെൽത്തി ട്യൂട്ടറിങ്, അത് അവരുടെ സന്ദർഭം, സാഹചര്യം, വയസ്സും അറിവും പക്വതയും അവരുടെ സാഹചര്യവും അനുസരിച്ചിട്ടുള്ളതാണ് അവർ ചെയ്തത്. അത് നമുക്ക് പലപ്പോഴും എന്തായി, നമുക്ക് ഒരു കുട്ടി എന്ന അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും സ്വീകരിക്കാൻ പറ്റാത്തതും മനസ്സിലാക്കാൻ പറ്റാത്തതും പ്രാവർത്തികമാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഒരുപാട് നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ നെഗറ്റിവിറ്റി എല്ലാം നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും, അങ്ങനെ നമുക്ക് നമ്മളെ ഒന്ന് റീപാരൻ്റ് ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചെറുപ്പത്തിലൊരു കുഞ്ഞിന് ഒരു സൈക്കിൾ ഇഷ്ടമാണെന്ന് വിചാരിച്ചോ. ഒരു കുട്ടിക്ക് സൈക്കിൾ ഇഷ്ടമാണ്, പക്ഷെ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ ഉള്ള കഴിവ് അവൻ്റെ മാതാപിതാക്കൾക്കില്ല, സപ്പോസ്. അതല്ലെങ്കിൽ അവർ വാങ്ങിച്ചു കൊടുത്തില്ല. ഈ കുട്ടി അവന് വലുതായി ജോലിയായാൽ പിന്നെ അവൻ ഒരു സൈക്കിള് വാങ്ങിക്കൊടുക്കും. ആർക്ക്? അവൻ്റെ മക്കൾ വലുതായാൽ. അവൻ്റെ മക്കൾ വലുതായതിനോട് കൂടിയിട്ട് അവൻ എന്ത് ചെയ്യും? മക്കൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും. അവൻ പറയുന്നതാണ്, നമ്മളൊക്കെ പറയാറുണ്ട്, എനിക്കെന്തായാലും അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സൈക്കിൾ വാങ്ങാൻ, പക്ഷേ അതിനെനിക്ക് കിട്ടിയില്ല, അതെനിക്ക് നടന്നില്ല, എൻ്റെ മാതാപിതാക്കൾ തന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക്, എനിക്ക് മിസ്സായതൊക്കെ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കും. വിദ്യാഭ്യാസവും അതുപോലെയാണ്. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചില്ല, അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇതേ കോൺസെപ്റ്റ് എനിക്ക് വേണ്ടി ഒരു സൈക്കിൾ വാങ്ങും. അതാണ് റീപാരൻറ്റിങ്. എനിക്ക് സൈക്കിൾ ചെറുപ്പത്തിൽ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു സൈക്കിൾ വാങ്ങട്ടെ, എനിക്കൊരു സൈക്കിൾ വാങ്ങിയിട്ട് ഞാൻ ഉപയോഗിക്കട്ടെ. അതാണ് റീപാരൻറ്റിങ്. എന്നതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ, നമുക്ക് ശരിയല്ലാത്തതൊക്കെ നമ്മൾക്ക് കിട്ടിയതെല്ലാം ഒഴിവാക്കി കിട്ടേണ്ടതെല്ലാം തിരിച്ചെടുക്കുന്ന ഇതാണ് റീപാരൻറ്റിങ്. ഞാൻ തമാശയിൽ പലപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോഴും സ്റ്റുഡൻ്റാണ്, അക്ഷരാർത്ഥത്തിൽ സ്റ്റുഡൻ്റാണ്.
എനിക്ക് അടുത്ത 15-ാം തീയതിന് മുമ്പ് MSc അപ്ലൈഡ് സൈക്കോളജിയുടെ 4th സെമസ്റ്ററിൻ്റെ ഇത് അയക്കണം, അസൈൻമെൻ്റ് അയക്കണം. ഒരു സ്റ്റുഡൻറ്റിനെ പോലെ ഞാൻ ഇരുന്ന് അസൈൻമെൻറ്റ് എഴുതുന്നു. എൻ്റെ ക്ലാസ്മേറ്റ്സുകൾ ഇതിലിപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടാവും. MScക്ക് പഠിക്കുന്ന ക്ലാസ്മേറ്റ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. മെയ് 20 ഈ വരുന്ന ഏപ്രിൽ 21-ന് 22-ന് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ട് 10 ദിവസം അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ. ഞാനത് പോകുന്നു. ഞാൻ അവിടെ ശരിക്കും എന്താ എൻജോയ് ചെയ്യുന്നല്ലോ. എനിക്കെൻ്റെ ചെറുപ്പത്തിൽ പഠിക്കാൻ കഴിയാത്തതും അല്ലെങ്കിൽ എന്താണ് തൃപ്തിയാവാത്ത മതി വരാത്ത എൻ്റെ അറിവ്, അതാണ് ഞാൻ എന്നെ റീപാരൻ്റ് ചെയ്യണം. മെയ് 26-ന് ഇൻഷാ അല്ലാഹ് എക്സാം എഴുതും. എക്സാം എഴുതും. അപ്പം അത് ഇൻഷാ അല്ലാഹ് അതൊരു ത്രില്ലാണ്. ഞാൻ എന്നെ റീപാരൻ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നിയമം വന്നിരുന്നു, PhD ചെയ്യണമെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ നെറ്റോ എന്തോ എഴുതണം. ആ നിയമം വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു കടമ്പ വന്നിട്ടുണ്ട് ഇപ്പം. ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം, പഠിക്കുക, പരീക്ഷ ചെയ്താൽ പാസ്സാവുക, ദിസ് എ ത്രിൽ ഫോർ മീ, സോ ലെറ്റ് മീ ഡു ദാറ്റ്. ഒരു വർഷം വൈകുന്നില്ലേ ഉള്ളൂ, ഞാൻ പഠിച്ചോളാം, പരീക്ഷ എഴുതിക്കോളാം, പാസ്സായിക്കോളാം, ദിസ് എ ത്രിൽ ഫോർ മീ. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്ന ഭയങ്കരമായൊരു സംഗതിയായിരുന്നു പഠിക്കുക എന്നുള്ളത് താല്പര്യം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പഠിക്കുന്നു, ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിലുള്ള പിതാക്കളൊക്കെ പറയും, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, എന്നെക്കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കും. നല്ല കാര്യമാണ്, പക്ഷെ നമുക്ക് എടുക്കണോ, ലെറ്റ്സ് ഡു ദാറ്റ്. എന്നാണ് റീപാരൻറ്റിങ്. പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ പറയുന്നത്. അതുകൊണ്ട് വാട്ട് ഈസ് റീപാരൻറ്റിങ്? റീപാരൻറ്റിങ് ഈസ് എ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്. അതൊരു ആശയമാണ്. ഹീലിംഗ്, എങ്ങനെ ഒരു ഹീലിംഗ് പ്രാക്ടീസ്, ഒരു ശമനം, where an individual takes on the role of nurturing parent for themselves. ഞാൻ എന്നെ തന്നെ വളർത്തിയെടുക്കുന്ന, എന്നെ തന്നെ ശരിയായി വളർത്തുന്ന ഒരു റീപാരൻറ്റിങ്. ഞാൻ എൻ്റെ പാരൻറ്റ് ഞാനാണ്, എൻ്റെ സ്റ്റുഡൻറ്റ് ഞാനാണ്. ഞാൻ എന്നെ തന്നെ റീപാരൻറ്റ് ചെയ്യണം. ഇറ്റ് ഇൻവോൾവ്സ് ഗിവിങ് യുവർ സെൽഫ് ദ എമോഷണൽ സപ്പോർട്ട്. ഞാൻ എനിക്ക് എൻ്റെ എമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു. സ്ട്രക്ചർ ആൻഡ് കെയർ മേ ബി ഗിവൺ. എന്താ പറയുക, നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഇൻകൺസിസ്റ്റൻ്റ് ബിഹേവിയർ, നമുക്ക് സ്ഥിരമല്ലാത്ത അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ മറ്റൊക്കെ കിട്ടിയതൊക്കെ നമ്മൾ അതെല്ലാം ഒഴിവാക്കി നമ്മൾ തന്നെ ഒന്നുകൂടി മെരുക്കിയെടുക്കുന്നു. നമ്മളെ തന്നെ ഒന്നുകൂടി നന്നാക്കിയെടുക്കുന്ന. ദ കോർ ഐഡിയ ഈസ് ടു ഹീൽ അൺമെറ്റ് ചൈൽഡ്ഹുഡ് നീഡ്സ്. ഇത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് നിറവേറ്റാൻ പറ്റാത്ത ആവശ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്ന് ഇപ്പോഴും ഉണ്ടാകുന്ന അതിനെ നമ്മൾ നിറവേറ്റിയെടുക്കുക എന്നതാണ് ദ കോർ ഐഡിയ. അതാണ് ഇതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഐഡിയ. ആൻഡ് ഇന്നർ പാരൻറ്റ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് ഉണ്ട്. യെസ്, ഐ എം ഇഫ്സുർ റഹ്മാൻ ഓഫ് 54 നൗ. ബട്ട് ഇതിനകത്ത് ഈ 54 വയസ്സ് വരെയുള്ള അതിൽ ഓരോ തട്ടിലും കടന്നു വന്ന ഇഫ്സുർ റഹ്മാൻ ഉണ്ട്. അതിൽ ഓരോ വിഷയം വരുമ്പോഴും ആ കുഞ്ഞ് ഇതിൽ 5 വയസ്സും 10 വയസ്സും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ആ 5 വയസ്സിൻ്റെയും 10 വയസ്സിൻ്റെയും ആവശ്യം, അന്നത്തെ എൻ്റെ 5 വയസ്സിൻ്റെയും 10 വയസ്സത്തിൻ്റെയും ആവശ്യം ഞാൻ ഇപ്പോൾ പുറത്തെടുക്കുകയും അന്ന് എനിക്ക് 5, 10, 12, 15 വയസ്സിൽ എനിക്ക് കിട്ടിയ ശരിയല്ലാത്ത അൺഹെൽത്തി ആയിട്ടുള്ള മറ്റുള്ള ആളുകളിൽ നിന്ന് കിട്ടിയ നെഗറ്റിവിറ്റിയെ ഞാൻ എൻ്റെ നിന്ന് ഒഴിവാക്കുന്നതാണ് റീപാരൻറ്റിങ്. ഈ റീപാരൻറ്റിങ് എവിടെ ആവശ്യം വരുമെന്നറിയോ? റീപാരൻറ്റിങ് ആവശ്യപ്പെടുന്നത് ഒന്ന്, എമോഷണൽ നെഗ്ലക്റ്റ്. മനസ്സിലാക്കിക്കോ. നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങൾ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. മാതാപിതാക്കളെ അറുത്തിട്ടും വെട്ടിയിട്ടും കുത്തിയിട്ടും അതുപോലെ എറിഞ്ഞിട്ടും തകർത്തിട്ടും ഒക്കെ ഇഷ്ടം പോലെ വീഡിയോസ് വരുന്നുണ്ട്, ന്യൂസ് വരുന്നുണ്ട്, സംഭവങ്ങളായിട്ട് വരുന്നുണ്ട്. ഉത്തരവാദികളാരാ? സോറി, ആ കുഞ്ഞുങ്ങളല്ല. ഒരിക്കലും ഞാൻ അഡ്മിറ്റ് ചെയ്യില്ല. പാവം മക്കളാണ് അവർ. യെസ്, അവരവരോ അച്ഛനെ കൊന്നവരാണ്, അമ്മയെ ചവിട്ടിയവരാണ്. പക്ഷെ പാവം ആ കുഞ്ഞിനെ അവിടേക്ക് എത്തിച്ചത് ഈ പറഞ്ഞ തന്തയും ഈ തള്ളയും, ആ തന്തയുടെയും തള്ളയുടെയും തന്തയും തള്ളയും പിന്നെ വീട്ടിലുള്ള അതുപോലുള്ള കുറേ ആളുകളാണ്. അവരവിടേക്ക് എത്തിച്ചത്, പ്രത്യേകിച്ച് മുസ്ലിം സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന വലിയ മുസീബത്ത്, ഈ പാരൻസിന് കൊടുക്കുന്ന അയഥാർത്ഥമായ മത ഗൈഡൻസാണ്. മൊല്ലാക്കന്മാർ, അത് സന്നിയോ ചുന്നിയോ മുജാഹിദോ ജമാഅത്തോ ആരായാലും ഒക്കെ കണക്കന്നെ, ഞാൻ എല്ലാത്തിനും അങ്ങനെ പറയുന്നു. മാതാപിതാക്കളെ നിയന്ത്രിക്കുന്നത് ആരാന്നറിയോ? സമൂഹത്തിലെ താഴെ തട്ടിലുള്ള വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി ആ ബുദ്ധി തൻ്റെയോടും ഒന്നുമില്ലാത്ത സമൂഹത്തിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്തൊരു വർഗമുണ്ട്. ആ വർഗത്തിന് ഒരു സ്വാധീനം ലോകത്ത് ഭൂമിയിലുണ്ടാവില്ല. ഒരു സ്വാധീനം ആരിലില്ലാത്ത അവർ ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മതം.
അയഥാർത്ഥമായ മതാധ്യാപനങ്ങൾ മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നും തട്ടിവിടുന്നത് മാതാപിതാക്കൾ ഉൾക്കാഴ്ചയില്ലാതെ നടപ്പാക്കുന്നത് കൊണ്ട് മാത്രമാണ് മുസ്ലിം കുടുംബത്തിൽ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ മറ്റേ കുടുംബത്തിലും ഇതിൻ്റെ തന്നെ എഫക്റ്റുകൾ അവിടെയും എത്തുന്നുണ്ട്. യെസ്, വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾസ് എണ്ണിങ്ങനെ പറഞ്ഞുതരാൻ പറ്റും. ജീവിക്കുന്ന എക്സാമ്പിൾസ്, പേഷ്യൻസിൻ്റെ പേരും നാളൊന്നും പറയാതെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഓരോ വിഷയത്തിനും എടുത്ത് പറയാൻ പറ്റും. ഇന്നൊരു കുട്ടിയുടെ അനുഭവം, ഇങ്ങനെ ഓരോ കുട്ടിയുടെ അനുഭവം. യെസ്, അതുകൊണ്ട് എമോഷണൽ നെഗ്ലക്റ്റ്, കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടികൾക്കുണ്ടാകുന്ന വൈകാരികമായ അല്ലെങ്കിൽ അവരുടെ വികാരത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത നെഗ്ലക്റ്റ് ചെയ്യുന്ന പിതാവ്. ഇന്നിപ്പോൾ എനിക്ക് വന്നതാണ് ഒരു പിതാവിൻ്റെ ഷൗട്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പിൻ്റെ ഒരു ഇതിലുണ്ട് വാട്സപ്പിൽ. ഒരു പിതാവ് ഷൗട്ട് ചെയ്യാൻ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ അവനെ ചുമരിനെ കുത്തിപ്പിടിച്ചിട്ട് അടിക്കുന്നു. ചുമരിന് ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കുന്നു. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഒരാൾക്ക് അയാൾ ഫാദർ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ അഗ്രസീവ്നെസ്, അയാളത് ചെയ്യിപ്പിക്കുന്ന പിൻബലം എന്താണെന്നറിയോ? മതം. എന്ത് മതം? ഇസ്ലാമല്ല. ഇസ്ലാമിന് അതിന് ഒപ്പില്ല. മതം. ഈ ആനക്ക് മതളങ്ങുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ആനക്ക് മതളകുന്ന രീതിയിൽ മതളകി കഴിഞ്ഞാൽ ഉണ്ടാവും അങ്ങനത്തെ ഒരു പിതാവ്. അതുകൊണ്ട് എമോഷണൽ നെഗ്ലക്റ്റ്, കുട്ടികളെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു. അതുപോലെ ഇൻകൺസിസ്റ്റൻ്റ് കെയർ ഗിവിങ്. പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ മൂഡിനനുസരിച്ചുള്ള സമീപനം കൊടുക്കുക. കുട്ടി ഒരു വിഷയം ഒരു രീതിയിൽ പ്രവർത്തിച്ചാൽ ഒരു തവണ കുട്ടിക്കിനോട് നല്ല രീതിയിൽ പ്രവർത്തിക്കും. അതേ സംഗതിയിൽ വേറൊരു രീതിയിലാണ് കുട്ടിയോട് പിന്നെ പ്രവർത്തിക്കുക. ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാരൻറ്റിങ്. പിതാവ് ഒരു ശൈലിയിൽ, ഒരു ഫിലോസഫിയിൽ, ഉമ്മ വേറെ ശൈലിയിൽ, ഈ കുട്ടിയുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി മേലുണ്ട ഒരാൾ, അവൻ വേറെ ശൈലിയിൽ, വല്ലിപ്പ അത് വേറെ ശൈലിയിൽ, പിന്നെ കുട്ടി റോൾ മോഡലായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്, അവരിൽ നിന്ന് വേറെ ശൈലിയിൽ. കുട്ടികൾക്ക് വാസ്തവത്തിൽ ഇതിൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇതിൽ ഹൂ ഈസ് റൈറ്റ്? ഉപ്പാൻ്റെ ശൈലിയാണോ ഉമ്മാൻ്റെ ശൈലിയാണോ? ഉപ്പ പറയുന്ന ആശയങ്ങൾ ശരിയാണ്, പക്ഷെ ഉപ്പത് നടപ്പാക്കുന്നത്, ഉമ്മയിൽ നടപ്പാക്കുന്നത് ഉമ്മക്ക് കരച്ചിൽ മാത്രമേ ഉണ്ടാവണുള്ളൂ, ഉമ്മക്ക് വിഷമം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉമ്മാൻ്റെ കൂടെ നിൽക്കണോ, ഉപ്പ പറയുന്ന സത്യത്തിൻ്റെ ഒപ്പം നിൽക്കണോ, ഉമ്മാൻ്റെ വികാരത്തിൻ്റെ ഒപ്പം നിൽക്കണോ? കുട്ടിക്ക് കൺഫ്യൂഷനാണ്. ഇങ്ങനെ ഇൻകൺസിസ്റ്റൻ്റ് കെയർ ഗിവിങ് ആൻഡ് അബ്യൂസ് ആൻഡ് ട്രോമാസ്, കുട്ടികളോടുള്ള അബ്യൂസസ്, ദുരുപയോഗം, അതിൽ ഒരുപാട് തലങ്ങളിൽ ഇതുണ്ട്. പിന്നെ ഒരുപാട് തലങ്ങളിൽ അബ്യൂസ് ആൻഡ് ട്രോമാസ് ആൻഡ് ലാക്ക് ഓഫ് ബൗണ്ടറി ആൻഡ് സേഫ്റ്റി. കുട്ടികൾക്ക് ബൗണ്ടറി വയലേഷൻ, ഓരോ മനുഷ്യനും അവനൊരു ബൗണ്ടറി ഉണ്ട്, ആ ബൗണ്ടറി വയലേറ്റ് ചെയ്യുന്നു. ആൻഡ് സേഫ്റ്റി, കുട്ടികൾക്ക് സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ നമുക്കുമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് റീപാരൻറ്റിങ്ങിന് ആവശ്യം വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം, ഞാൻ എന്നൊരു സംഭവം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്നൊരു ഇതുണ്ടാവില്ല. നമുക്ക് മറ്റുള്ള ആളുകൾ നമ്മളെ കൊണ്ട് തൃപ്തിയായാലും മാത്രമേ നമുക്ക് തൃപ്തിയാവുള്ളൂ. മറ്റുള്ള ആളുകൾ എന്നെ നല്ലതെന്ന് പറഞ്ഞാലും ഞാൻ നന്നാവുള്ളൂ എന്നത് വരുന്നതാണ് സെൽഫ് എസ്റ്റീം ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവും. ഇത് ഏറെക്കുറെ എല്ലാത്തിൻ്റെ കയ്യിലുണ്ട്. പിന്നെ അങ്ങനെ ലോ സെൽഫ് എസ്റ്റീമിലാവും. അങ്ങനെ ഒരു പാസീവ് പേഴ്സണാലിറ്റി ആയിട്ട് പിന്നെ അവരോട് പിന്നെ അഗ്രസീവ് ആകും. ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ തുടങ്ങും. അങ്ങനെ അവർക്ക് സ്വയം സെൽഫ് ഹാമിങ് ബിഹേവിയർ തുടങ്ങും. ഡിഫിക്കൽട്ട് ഇൻ ഫോമിങ് ഹെൽത്തി റിലേഷൻഷിപ്പ്. അതിനപ്പുറത്തേക്ക് ആരുമായിട്ടും ഹെൽത്തി റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ അത്ര ആളുകൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ആ ഹസ്ബൻഡോ വൈഫുമായിട്ട് ഹെൽത്തി റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഈ രീതിയിലാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ എപ്പോഴും തുടങ്ങാറുള്ളത്, എൻ്റെ ലൈഫ് കോച്ചിങ്ങിന് ഞാൻ തുടങ്ങാറുള്ള ഒരു ഹദീസ് വെച്ചിട്ടാണ്. എന്താണ്? ഓരോ കുഞ്ഞും അവൻ്റെ ഫിത്രത്തിൽ ഇസ്ലാമിലാണ് ജനിക്കുന്നത്. അവനെ യഹൂദനും ക്രിസ്ത്യാനിയും മജൂസിയുമാക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ്. ഈ ഹദീസിന് ഞാൻ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വായിക്കാനാണ് എൻ്റെ ലൈഫ് കോച്ചിങ്. ഓരോ കുഞ്ഞിനും അവൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചത്. ഓരോ കുഞ്ഞിനും മുസ്ലിമായിട്ടാണ് ജനിപ്പിച്ചതുണ്ട് ഒരു വ്യാഖ്യാനമുണ്ട്. ദാറ്റ് ഈസ് എ അബ്സല്യൂട്ട് നോൺസെൻസ് വ്യാഖ്യാനം. ഓരോ കുഞ്ഞും മുസ്ലിമായിട്ടല്ല ജനിക്കുന്നത്. ഓരോ കുഞ്ഞിനെയും ജന്മശുദ്ധിയിലാണ്. ആ ജന്മശുദ്ധി കളങ്കപ്പെടുത്താതെ അവനെ വളർത്തിക്കൊണ്ടുവന്നാൽ, അവന് പ്രായപൂർത്തി എത്തിയാൽ, ബുദ്ധി വെച്ചാൽ, അവൻ്റെ മുമ്പിൽ ലോകത്തുള്ള ഏത് മതം കാണിച്ചു കൊടുത്താലും അവൻ ഇസ്ലാം മാത്രമേ സ്വീകരിക്കൂ. അത്രയും ജന്മശുദ്ധിയിലാണ് അല്ല സ്വീകരിച്ചത്. അതാണ് ഫിത്രത്ത് അല്ലാഹി ഫത്തറനാ സാലിഹ അലാ തബ്ദീല ഖൽഖില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ നിവേദനം ചെയ്ത ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ്. ഇതിന് ഞാനീ പറഞ്ഞ വ്യാഖ്യാനം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല, അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തു? അവൻ റിവേർട്ടാണ്. ഇത് ഇസ്ലാമിലേക്ക് വന്നാൽ അവൻ റിവേർട്ടാണെന്ന് പറയാം. ദാറ്റ് മീൻസ് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതാണ്, പിന്നെ തിരിച്ചു വന്നു.
ദാറ്റ്സ് എ ഫൂളിഷ്നെസ്. അവൻ ഇസ്ലാമിലായിരുന്നില്ല. അവൻ ഇസ്ലാമിലാകണമെങ്കിൽ, ഒരുത്തൻ മുസ്ലിം ആവണമെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി ഷഹാദത്ത് ചൊല്ലണം. അതിനവന് തെക്ലീഫാവണം, പ്രായപൂർത്തിയാവണം. അപ്പോൾ ആ പ്രായപൂർത്തി അതല്ല, അതുവരെയുള്ള കുട്ടിയപ്പോൾ മുസ്ലിം അല്ലേ എന്നൊരു ചോദ്യം. യെസ്, മുസ്ലിമാണ്. അവൻ്റെ ഉമ്മാൻ്റെ മതത്തിലാണ്. അല്ലെങ്കിൽ അവൻ എന്ത് അറിഞ്ഞുകൊണ്ട് ഇത് ചൊല്ലണം, അറിഞ്ഞുകൊണ്ട് ഷഹാദത്ത് ചൊല്ലണം. ചുരുക്കി പറഞ്ഞാൽ ഓരോ കുഞ്ഞും ജനിക്കുന്നത് അവൻ്റെ ജന്മശുദ്ധിയിലാണ്. അവനെ യഹൂദനോ ക്രിസ്ത്യാനോ മജൂസിയാക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ്. ഈ ഹദീസിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓരോ കുഞ്ഞിനെയും അവനെ യഹൂദനോ ക്രിസ്ത്യാനോ മജൂസിയോ കള്ളകുടിയനോ MDMA അഡിക്റ്റ് ആക്കുന്നതോ അവൻ്റെ തന്തക്കെതിരെ കത്തിയെടുക്കുന്നവനും മൊബൈൽ അഡിക്റ്റും കഞ്ചാവുകാരനും പറഞ്ഞാൽ കേൾക്കാത്തവനും കള്ളുകുടിയനും തെമ്മാടിയും വ്യഭിചാരിയും കട്ടെടുക്കുന്നവനും പിടിച്ചു പറിക്കുന്നവനും എല്ലാം ആക്കുന്നത് മെയിൻ റോൾ തന്തയ്ക്കും തള്ളക്കും. അപ്പോൾ ഈ തന്തി നല്ല ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മണലിലൊക്കെ എന്താ പറയുക, സൗദി അറേബ്യയിലൊക്കെ പോയിട്ട് ഗൾഫിലൊക്കെ പോയിട്ട് ഇത്ര കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നത് എത്രയുണ്ട് ഒക്കെ സംഭവം ശരിയാണ് മോനെ. പക്ഷെ ഇതിൻ്റെ സ്വഭാവ പെരുമാറ്റം കുട്ടികളുടെ ഇടപെടുന്നിടത്ത് ബിഗ് മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് കൊണ്ടാണ് കുട്ടികൾ കൈമോശം വന്ന്. നിങ്ങളെ മക്കൾ കൈമോശം വന്ന് പോകുന്നുണ്ടോ, യു ആർ റെസ്പോൺസിബിൾ. യെസ്, ഇറ്റ്സ് യു ആർ റെസ്പോൺസിബിൾ. ഒഴിവാക്കാൻ കഴിയില്ല ഉത്തരവാദിത്വം ഒഴിവാക്കാൻ കഴിയില്ല. നിങ്ങളൊരു ബിരിയാണി വെച്ചിട്ട് ബിരിയാണി കേടുവന്നാൽ നിങ്ങൾ ബിരിയാണിനെ കുറ്റം പറയാം, അതൊന്നും നിങ്ങളെയാ. ഇറ്റ്സ് യുവർ പ്രോബ്ലം. ഇതാണിത്. അതുകൊണ്ട് നമ്മളിൽ വന്നിട്ടുണ്ടാകുന്ന നമ്മുടെ മാതാപിതാക്കളുടെ പെരുമാറ്റം, അവരൊരുപാട് നല്ലത് കാര്യം ചെയ്തു, ഭക്ഷണം തന്നു, പഠിപ്പിച്ചു, കോഴ്സും കോളേജും എല്ലാം തന്നു, എല്ലാ സംഗതി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊപ്പം തരാൻ പാടില്ലാത്ത പലതും അവർ തന്നു. തരേണ്ട രീതിയിലല്ല തന്നത്. പിന്നെ മതപരമായ കാര്യങ്ങൾ, അച്ചടക്ക നടപടികൾ അനിഷ്ടകരമായ രീതിയിൽ നടപ്പാക്കി. വലിയൊരു മുസീബത്ത് അതാണ്. മതപരമായ കാര്യങ്ങൾ, അച്ചടക്ക നടപടികൾ അത് അനിഷ്ടകരമായ. മതം തടഞ്ഞ സാധനം തുടങ്ങുന്നതിന് ഇഷ്ടമുണ്ടെങ്കിലും, മതം എന്ന് പറഞ്ഞ സാധനം ഇഷ്ടപ്പെട്ട് അനുസരിക്കണം, ഇഷ്ടപ്പെട്ട് ഇങ്ങിയിരിക്കണം. അതേ മതമുള്ളത്. ഇല്ലെങ്കിൽ എന്തായി അത് നമസ്കരിപ്പിക്കുന്ന നടക്കും. ബലം പിടിച്ച് നമസ്കരിച്ചിട്ട് എന്താ കാര്യം? എന്നെ അടിക്കും ഇടിക്കും, എന്നെ ഭക്ഷണം തരൂല, എന്നിട്ടെന്താ കാര്യം? എനിക്കറിയാം, നല്ല താടിയൊക്കെ നീട്ടിയൊരു ഭയങ്കര മരം മുജാഹിദ്. എന്തുകൊണ്ടാണ് മരം എന്ന് പറയുന്നല്ലോ, അതൊരു മരം മാതിരി ഒരു വസ്തുവിനും പറ്റൂല. അതെനിക്ക് കത്തിച്ചാൽ കളയാൻ പറ്റൂല. അടിക്കാനും പൊടിക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ടൈപ്പ്. മകനോട് പറഞ്ഞു, ഡാ മോനെ, നീ നമസ്കരിച്ചില്ലെങ്കിൽ നീ എൻ്റെ മകനല്ല. എൻ്റെ അടുത്ത് വന്ന് കുട്ടിയുടെ കംപ്ലൈൻറ്റ് എടുത്തപ്പോൾ എനിക്ക് കുട്ടി പറഞ്ഞത്, തന്തക്കിടെ നന്നാക്കി കൊടുത്തിയാൻ. ഇത് തെക്കുവെന്നല്ല പറയാം, ഇതിൻ്റെ ഫൂളിഷ്നെസ് എന്ന് പറയാം. നീ നമസ്കരിച്ചില്ലെങ്കിൽ എൻ്റെ മകനല്ല. ഒരു കുട്ടി ലിപ്സ്റ്റിക് ഇട്ട കാരണമാണ്. അവളെ ലിപ്സ്റ്റിക് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് വന്നപ്പോൾ തള്ള. കുട്ടിക്ക് ആകെ ഷോക്കായി. ആ കുട്ടിയുടെ മൈൻഡേ പോയി. ഇങ്ങനത്തെ 100 എക്സാമ്പിൾ ഇരുന്നിരിപ്പിന് എനിക്ക് പറയാൻ പറ്റും. എവിടെയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രത്തോളം ക്ലിയർ മെമ്മറി എൻ്റെ കയ്യിലുണ്ട്. അനുഭവ സാക്ഷിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഇത്തരം വിഷയം പറഞ്ഞ സമയത്ത് അല്പം വികാരത്തോടുകൂടി സംസാരിക്കും. ചുരുക്കി പറഞ്ഞാൽ ബൗണ്ടറി വയലേഷൻ, മക്കളോടുണ്ടാകുന്ന ബൗണ്ടറി വയലേഷനാണ് എല്ലാ പ്രോബ്ലം തുടങ്ങുന്നത്. അതുകൊണ്ട് സോഷ്യൽ പ്രോബ്ലമാണ് ആദ്യം തുടങ്ങുന്നത്. സോഷ്യൽ പ്രോബ്ലം മെൻ്റൽ പ്രോബ്ലത്തിലേക്ക് എത്തിക്കും, മെൻ്റൽ പ്രോബ്ലം പേഴ്സണാലിറ്റി പ്രോബ്ലത്തിലേക്ക് എത്തിക്കും, പേഴ്സണാലിറ്റി പ്രോബ്ലം പിന്നെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലത്തിലേക്ക് എത്തിക്കും, പിന്നെ ഫിസിക്കൽ പ്രോബ്ലത്തിലേക്ക് എത്തിക്കും. ഈ സിസ്റ്റത്തിലൂടെയാണ് എല്ലാം കടന്നു വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് പേഴ്സണാലിറ്റി. ആ കുട്ടിയുടെ സെൽഫ് കോൺസെപ്റ്റ് പേഴ്സണാലിറ്റി മാറും. കുട്ടി പാസീവ് ആകും. എന്താ പാസീവ്? മറ്റ് ആളുകളുടെ ഇഷ്ടാനിഷ്ടപ്രകാരം ജീവിച്ചു പോകുന്ന കുട്ടിയാകും. ആ കുട്ടി പാസീവായിട്ട് കുറച്ചാലും ജീവിക്കും. പിന്നെ കുട്ടി എന്ത് ചെയ്യും? അഗ്രസീവിലേക്ക് പോകും. ഒരു കുട്ടിക്ക് വളർന്നു വരുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷനും ഇവിടെയുള്ള എഡ്യൂക്കേഷനും വെസ്റ്റേൺ ദാവത്തും പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള വെസ്റ്റേൺ ദാവത്തും ഇവിടെയുള്ള ദാവത്വങ്ങൾ പഠിച്ചു നോക്ക്. ഒരു SN എഴുതാറുണ്ട്. ഞാൻ ഇഷ്ടംപോലെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു സംഘടന. അതിൻ്റെ കുറച്ച് ആളുകൾ, അത് അവർക്കുണ്ടാകുന്ന സംഭവം, അതിൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ടാൽ അങ്ങനെ കൂട്ടത്തിൽ കൂടി ഒഴുക്കൽ വട്ടങ്ങനെ പോകും. ആ സംഘടന അതിൻ്റെ ആളുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, അത് മതം. പക്ഷേ പുറത്തങ്ങനെയല്ല. പുറത്ത് അറിവുള്ളൊരു വ്യക്തി, അവൻ്റെ അറിവ് അവൻ്റെ ആയത്തും ഹദീസും മാത്രമാവില്ല. നമ്മളെ നാട്ടിൽ സമൂഹത്തിൻ്റെ യാതൊരു അറിവും ഉണ്ടാവില്ല. ഇപ്പം ഭൗതിക വിദ്യാഭ്യാസം ഹറാമെന്ന് പറയുന്ന ബമ്പര വീട്ടികൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. യെസ്, ഭൗതിക വിദ്യാഭ്യാസം ഹറാമാണത്. വാച്ച് കിട്ടുന്നത് റസൂൽ വാച്ച് കിട്ടിയിട്ടില്ലല്ലോ. യെസ്, അതുകൊണ്ട് മിക്സഡ് എഡ്യൂക്കേഷൻ പറഞ്ഞേക്കാം ഭൗതിക വിദ്യാഭ്യാസം ഹറാമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ടീം കേരളത്തിൽ ഇറങ്ങി. ഇതൊക്കെ മതത്തിൻ്റെ പേരിലും സലഫിയത്തിൻ്റെ പേരിലും ഇറങ്ങുന്നത് വേസ്റ്റുകൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്,
പിന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്റ്റൈൽ എങ്ങനെയെന്ന് പറയുമോ, അവിടെ ഒരു വിദ്യാഭ്യാസമുള്ള ഒരുത്തുണ്ടാവും. മേ ബി ഹീസ് എ ഡോക്ടർ, മേ ബി ഈസ് എൻ എഞ്ചിനീയർ, മേ ബി ഈസ് എ പ്രൊഫഷണൽ, ഒരു IT എക്സ്പെർട്ട്. അവൻ എന്ത് ചെയ്യും, അവൻ്റെ ക്ലാസ് നടത്തും. അത് അവൻ്റെ സർക്കിളിൽ അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എന്ത് ചെയ്യും, പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കും. അത് വെച്ചുകൊണ്ട് അവൻ എവിടുന്ന് ഉദ്ധരിക്കുക, അവൻ നല്ല നല്ല സ്കോളേഴ്സിനെ ബുക്കിൽ നിന്ന് ഉദ്ധരിക്കുക. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ബേസിൽ എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ ആരിൽ നിന്ന് പഠിക്കുന്നു എന്നാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ച മോലാന്മാരെ പറയാം, എന്ത് ആളെ നോക്കേണ്ട മൂല്യം മുസ്ലിയാരെ കോള് നോക്കിക്കോളി. നമ്മുടെ വിഡിത്തപരമായ വാദമാണ് ഞാൻ പറയുന്നത്. ആളെ നോക്കേണ്ട മുസ്ലിയാരെ കോള് നോക്കിക്കോളി. ദാറ്റ്സ് റോങ്. കോള് നോക്കുന്ന മുമ്പ് ഇത് ആര് പറഞ്ഞു എന്നാണ് നോക്കേണ്ടത്. അതിനനുസരിച്ച് ആ കോളിൻ്റെ വില ഉണ്ടാകുക. പറഞ്ഞു ഈ കോള് എന്താണ് സീസൺ. അപ്പോൾ ആളെ നോക്കിയിട്ട് വേണം, ആൾക്കാണ്. അതുകൊണ്ട് വരുന്ന ഇസ്ലാമിൽ ഈ കവലപ്രസംഗം എന്ന് പറഞ്ഞ സാധനമില്ല. ഇസ്ലാമിലുള്ളത് എന്താണെന്നറിയോ, ഇസ്ലാമിലുള്ളത് 2 രീതിയാണ് ദീനിന് പഠിപ്പിക്കാൻ. ഒന്ന് ഓറൽ, ഇക്ര ബിസ്മി റബ്ബിക ലദീ ഖലഖ്. ഇക്ര എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം വായിക്കുക. എന്നാൽ ഈ വായിക്കുക എന്ന് പറഞ്ഞ പദം മരണം വരെ നടപ്പാക്കാത്ത പ്രവാചകനാണ് ഈ പ്രവാചകൻ. ആദ്യത്തെ കൽപ്പനയില്ലേ വായിക്കാനും എഴുതാനും വായിക്കാനുള്ളത്. പിന്നെ മരണം വരെ റസൂൽ എന്തുകൊണ്ട് എഴുതിയില്ല വായിച്ചില്ല. എൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ചോദ്യം വന്നിരുന്നു. ഞാൻ പറയാറുണ്ട്, ഇക്ര എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ലിറ്ററലി വായിക്കുക എന്നല്ല, പഠിക്കുക എന്നാണ്. എങ്കിൽ മരണം വരെ പഠിച്ചവനാണ് ഈ പ്രവാചകൻ. മാത്രമല്ല റസൂലിൻ്റെ കാലത്ത് പഠിക്കുക എന്നുള്ളത് വെറും വായനയായിരുന്നില്ല. അന്നത്തെ എഴുത്തും വായന അറിയുന്ന അന്നത്തെ പ്രമാണിമാർക്കും അന്ന് പഠിച്ചവർക്കും മാത്രമേ ഉള്ളൂ. ആമത്തിൽ ജനങ്ങൾക്ക് എഴുത്തും വായന അറിയില്ലായിരുന്നു. എഴുത്തും വായന അറിയുന്നവർ കുറവായിരുന്നു. അന്ന് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ലേണിംഗ് എങ്ങനെയാണ്, ത്രൂ ദ ലേണിംഗ് പ്രോസസ്. ഏത് വഴിയാണ്? ഓറൽ, സംസാരം വഴിയാണ്. അതെങ്ങനെയാണ്? പഠിക്കുക, പറഞ്ഞു കൊടുക്കുക, മനഃപ്പാടമാക്കി അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് മനഃപ്പാടമാക്കി, അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് മനഃപ്പാടമാക്കി, അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് മനഃപ്പാടമാക്കി. ദിസ് ഇസ് ദ ഓറൽ സിസ്റ്റം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് പറഞ്ഞിടത്ത് അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആൻ എഴുതി വെച്ച മുസാഫൊക്കെ നിലനിൽക്കുന്നതിൻ്റെ അർത്ഥം അത് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ജനങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഓറൽ സിസ്റ്റം ഓഫ് ലേണിംഗ് നിലനിൽക്കുന്ന സമൂഹത്തിലാണ് ഇക്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്രയുടെ അർത്ഥം അവിടെ വായിക്കുക എന്നല്ല, വാസ്തവത്തിൽ ലേണിംഗ് എന്നാണ്. ആ അർത്ഥത്തിൽ പ്രവാചകൻ മരണം വരെ പഠിച്ച ആളാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ ഒന്നുള്ളത് ലേണിംഗ് ആണ്. അതെങ്ങനെയാണ്? 2 രീതി. ഒന്ന് സുഹബത്ത്, സ്വഹാബത്ത്. റസൂലിൻ്റെ സ്വഹാബത്താണ്, റസൂലിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നില്ല. റസൂലിൻ്റെ സ്വഹാബത്ത് മീൻസ് കമ്പാനിയൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ്, കമ്പാനിയൻഷിപ്പ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എമോഷണൽ ഷെയറിങ്ങോട് കൂടിയുള്ള പഠനമാണ് ഇസ്ലാമിലുള്ളത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, അതാണ് സ്വഹാബത്ത് ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ദീനെത്തിയത്. അങ്ങനെ ഈ നാട്ടിൽ ദീന് കൊണ്ടുവന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ ചേരാനുള്ള കാരണം അതായിരുന്നു. അത് വിട്ട് രണ്ടാമത്തെ രീതി എന്താണുള്ളത് അറിയോ? ഇഖ്റ. അതെന്താ അവസരം? അത് വായിക്കുക, എഴുതിയത് വായിക്കുക. എഴുതിയത് വായിച്ചാൽ ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയും അതുപോലെ ഷെയ്ഖ് ഇമാം ഗസാലിയൊക്കെ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് അറിയാം? ഒരു ആലിമിൻ്റെ ഗ്രന്ഥം നിങ്ങൾ വായിച്ചാൽ ആ ആലിമിൻ്റെ സദസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത് പോലെ അദ്ദേഹത്തിൽ നിന്നുള്ള 100 നിങ്ങൾ ഏറ്റുവാങ്ങുന്ന പോസിറ്റീവ് എനർജി, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ്. ആദ്യം കൊണ്ടുപോയിട്ട് ആലിമിനത്ത് കൊണ്ടുപോയിട്ട് ആലിമിൻ്റെ സ്വഭാവം പഠിക്കാൻ അവരോട് പറയാം. സ്വഭാവം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവൻ്റെ ആലിമിൻ്റെ നിന്ന് എൽമ പഠിക്കൂ. ദാറ്റ് മീൻസ് പേഴ്സണാലിറ്റി ആദ്യം സ്വീകരിക്കാനാണ്. ആദ്യം പേഴ്സണാലിറ്റി അക്വയർ ചെയ്യല. ഒരാളുടെ പേഴ്സണാലിറ്റി ഉള്ളവനെ മതം തന്നെ ഉള്ളൂ. പേഴ്സണാലിറ്റി ഹെൽത്തി ആണെങ്കിൽ മതത്തിന് ഹെൽത്തി ഉള്ളൂ. വ്യക്തിയുടെ ശക്തിയാണ് ഭക്തിയുടെ ശക്തി എന്ന് ഞാൻ പറയാറുള്ളത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് കൈമോശം വന്നു. എന്തുകൊണ്ട്? മാതാപിതാക്കൾ അതെന്തായാലും പോയി. മാതാപിതാക്കൾ പിന്നെ ആരുടെ നിയന്ത്രണത്തിലാണ്? മൊല്ലാക്കന്മാരുടെ. 7500 രൂപ ശമ്പളം കിട്ടും, 5 വക്ത് നിസ്കരിക്കാൻ വേണ്ടി കുറേ ആളുകളുണ്ട്. അത് അവരാരാ? സമൂഹത്തിൻ്റെ വേസ്റ്റുകളായി. ഞാൻ ഉറക്കെ പറയുന്ന, എൻ്റെ ഗ്രൂപ്പ് എല്ലായിടത്തും ഞാൻ പറയുന്ന 10-17 കൊല്ലമായി ഞാൻ ഉറക്കെ പറയാൻ തുടങ്ങിയിട്ട്. കാരണം ഈ വേസ്റ്റുകളെല്ലാം തിരിഞ്ഞടന്ന് 17 വർഷമായിട്ട് ഞാൻ പറയുന്നതാണ്. നമ്മളെ നാട്ടിൽ മതം കൈകാര്യം ചെയ്യുന്നത് വേസ്റ്റുകളാണ്. കാരണം സമൂഹത്തിൻ്റെ പൾസ് എന്താണെന്നറിയില്ല, സമൂഹത്തിൻ്റെ ചിന്താശൈലി എന്താണെന്നറിയില്ല, സമൂഹത്തിൻ്റെ ആളുകളുടെ തിങ്കിങ് ഫ്രീക്വൻസി എന്താണെന്നറിയില്ല. അവർ തന്നെ അവരെ പഠിക്കാനും പറ്റില്ല, ഒരു കോഴ്സിനും പറ്റില്ല, ഒരു കോളേജിനും പറ്റില്ല, മാർക്കുമില്ല, വേസ്റ്റുകൾ. അവരുടെ കുടുംബത്തിൽ തന്നെ ശല്യമാകുമ്പോൾ അവരുടെ വാപ്പയും ഇപ്പം എന്താ നമ്മൾ ഈ കുട്ടിമാനെ ചെയ്യുക, ഇവരെ നമ്മളെന്താ ചെയ്യുക? അവർ നമുക്കൊരു അറബി കോളേജിൽ കൊണ്ടുപോയി തള്ളുക. അങ്ങനെ ഇതുപോലുള്ള സമൂഹത്തിലെ വേസ്റ്റുകളെ കൊണ്ടുപോയി തള്ളുന്ന സ്ഥലമാണ് അറബി കോളേജ് എത്തിക്കാനും. അവിടെ കടന്ന് താടി മുടി വരുമ്പോൾ സലഫി ഖലഫി സലാഹി മലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നു. ഇവൻ്റെ കയ്യിലാണ് നമ്മളെ മാതാപിതാക്കൾ. എന്ത് ചെയ്യാനാ? അതുകൊണ്ട്
അൺഹെൽത്തി പാരന്റിങ് ഇവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മതപരമായ കാര്യങ്ങൾ, നല്ല മതപരമായ സംഗതികൾ അനിഷ്ടകരമായി നടപ്പാക്കുന്നു. അതിൻ്റെ ബലിയാടുകളാണ് നമ്മളൊക്കെ. അപ്പോൾ പഠനം എന്നത് ഉലമാക്കളിൽ നിന്നുള്ള നേരിട്ടുള്ള പഠനം നിന്നുപോയി. പിന്നെ ഇതുപോലുള്ള വേസ്റ്റുകൾ അത് ഫിൽട്ടർ ചെയ്ത് നമ്മൾ ആരിൽ നിന്ന് പഠിക്കുന്നോ അവൻ്റെ വ്യക്തിത്വം നമുക്ക് കിട്ടും. നമ്മൾ ആരിൽ നിന്നാണോ പഠിക്കുന്നത് അയാളുടെ വ്യക്തിത്വം നമുക്ക് കിട്ടും. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത്, മാതാപിതാക്കളിൽ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവുന്നില്ല. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെയും ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നം അതാണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷനിൽ ഓരോ കുഞ്ഞ് വരുന്ന സമയത്ത് 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ആ കുട്ടിക്ക് ഒരു സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. 2 വയസ്സ് 2.5 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു സെൽഫ് കോൺസെപ്റ്റ്, ട്രൂത്ത്, ജസ്റ്റിസ്, മേഴ്സി, ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെ ഒരുപാട് വാല്യൂസ് ആ കുട്ടിയുടെ ജീവിതത്തിൽ അവർ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ നല്ല മതം നമ്മൾക്ക് കയ്യിലുണ്ടായിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതൊന്നും ചെയ്യില്ല. നമുക്ക് ആ കുട്ടികൾക്ക് 10-15 വയസ്സാവുന്ന സമയമാകുമ്പോഴേക്ക് ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പേഴ്സണാലിറ്റി ഇതാ. കാരണം മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ് അറിഞ്ഞാലുള്ളൂ കുട്ടിക്ക് മതം, റിലീജിയസ് സീരിയസ്നെസ് ഉണ്ടാവുള്ളൂ. മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ദി ലൈഫ്, ജീവിതത്തിൻ്റെ ലക്ഷ്യവും മീനിങ് ആൻഡ് പർപ്പസ് എന്തെന്ന് അറിഞ്ഞാൽ മാത്രമേ കുട്ടിക്ക് മതത്തെക്കുറിച്ച് ഗൗരവം ഉണ്ടാവുള്ളൂ. ഇതല്ലാതെ കിട്ടൂല. മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ദി ലൈഫ് വരണമെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് സമയമെടുക്കും. ഇപ്പം നമുക്കൊക്കെ അറിയാം, നമ്മളെ ഏജിലുള്ള ആളുകൾക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ തൗഹീദൊക്കെ എന്ന് വന്നതാ? 30-ലും 35-ലും അല്ലേ? എനിക്കൊക്കെ എൻ്റെ 29-30 എനിക്ക് ഗൗരവം വന്നത്. ആ വന്നപ്പോൾ ഈ 29-30 വന്ന ഗൗരവം ഞാൻ എൻ്റെ 4 വയസ്സിലും 5 വയസ്സിലെ കുട്ടികളെ നടപ്പാക്കാൻ പോയാൽ. സോ ഓരോ മനുഷ്യനും ആ ഗൗരവം വന്നു കഴിഞ്ഞാൽ അവൻ മതം ശ്രദ്ധിക്കുള്ളൂ. അതിൻ്റെ മുമ്പ് നമ്മൾ മതപരമായ കാര്യങ്ങൾ അനിഷ്ടകരമായി നടപ്പാക്കി കഴിഞ്ഞാൽ കുട്ടികൾ ഫെയിലാവും. ഇതൊരു വലിയ കോമൺ സിംറ്റമാണ്. നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ. ഞാൻ പറഞ്ഞിരുന്നത്, കുട്ടികൾക്ക് ഒരു 14-15 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾക്ക് ഒരു പേഴ്സണാലിറ്റി ആവുന്നില്ല. അത് അപ്പോഴേക്ക് അവർക്ക് ഉള്ള പേഴ്സണാലിറ്റി എന്താണെന്നറിയോ? ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും നല്ല കുട്ടിയാവണം, വല്യപ്പയും വല്യമ്മാൻ്റെയും നല്ല കുട്ടിയാവും. ഉമ്മാൻ്റെ കുട്ടി ആരെ കൊണ്ടും വേണ്ടാത്ത പറയിപ്പിക്കരുത് കേട്ടോ, എല്ലാവരെ കൊണ്ടും നല്ലതേ പറയിപ്പിക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത് പള്ളിക്കല മല്ലാക്കയും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറും അതേമാതിരി വീട്ടിൽ വല്യപ്പയും വല്യമ്മയും അമ്മാവിനും എളാപ്പയും മൂത്താപ്പയും ഒക്കെ എല്ലാവരും ഉമ്മാൻ്റെ കുട്ടീനെ കൊണ്ട് നല്ലതേ പറയിപ്പിക്കണം കേട്ടോ. സോ ഈ എല്ലാവരുടെയും നല്ല കുട്ടിയായിട്ട് നിൽക്കണം, നല്ല കുട്ടിയായിട്ട് നിൽക്കണം എന്നാണ് ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റി. പക്ഷേ ഇത് ഈ കുട്ടിയുടെ 15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ കുട്ടിയുടെ ശരീരത്തിൻ്റെ പ്രായപൂർത്തിയും മനസ്സിൻ്റെ പക്വതയും വരുന്ന സമയത്ത് ആ ശരീരത്തിനും പ്രായപൂർത്തിയെത്തിയ ശരീരത്തിനും പക്വത വന്ന മനസ്സിനും ഈ പേഴ്സണാലിറ്റി സ്വീകരിക്കാൻ പറ്റില്ല. ഇതെന്ത് പേഴ്സണാലിറ്റിയാണ്? വേറൊരാളുടെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുക? നോ. അങ്ങനെ വരുന്ന സമയത്ത് കുട്ടീൻ്റെ വേർ ഇസ് മൈ പേഴ്സണാലിറ്റി, എൻ്റെ വ്യക്തിത്വം എവിടെയെന്ന് കുട്ടി അന്വേഷിക്കുകയാണ്. സോ ഐ എം ബ്ലാങ്ക്, ഞാൻ ബ്ലാങ്കാണ്. അതോടുകൂടി അപ്പോഴേക്കും എനിക്ക് നഷ്ടപ്പെടുന്നതെല്ലാം നഷ്ടപ്പെട്ടു. അതെന്താ? എമോഷണൽ ബോണ്ട്. പറഞ്ഞുതരാം എമോഷണൽ ബോണ്ട് എന്താണ്. എമോഷണൽ ബോണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയെല്ലാം ഒരു കുത്തൊഴുക്കപ്പെട്ടതുപോലെ അങ്ങനെ പോകും. എമോഷണൽ ബോണ്ട് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. അത് ഫാദറുമായിട്ടുള്ള എമോഷണൽ ബോണ്ട് പോയി, മദറുമായിട്ട് പോയി, വീട്ടിലുള്ള എല്ലാവരുമായിട്ടുള്ള എമോഷണൽ ബോണ്ട് പോയിട്ടുണ്ടാവും. അതോടുകൂടി പിന്നെ കുട്ടി ഔട്ട് ഓഫ് ട്രാക്കായി. ഇങ്ങനെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അൺഹെൽത്തി പാരൻറ്റിങ് കൊടുത്തുകൊണ്ട് ഈ കുട്ടികളെ ഒരു പാസീവ് പേഴ്സണാലിറ്റി, മറ്റാളുകളുടെ ഇഷ്ടാനിഷ്ടപ്രകാരം ജീവിച്ചു പോകുന്ന ഒരാളായി മാറും. മറ്റാളുകളുടെ ഇഷ്ടാനിഷ്ടപ്രകാരം ജീവിച്ചു. ഞാൻ ഇതൊക്കെ പറയുമ്പോഴേ ഉള്ളൂ നമുക്ക് നമ്മളിൽ നിന്ന് ഇത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മളിൽ ഈ ആസ്പെക്റ്റുകളെല്ലാം ഉണ്ടോ, ഈ ഘടകങ്ങളുണ്ടോ എന്ന് നമുക്ക് തിരിച്ചടിക്കെടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഇത്രയും ബേസിക്കായിട്ട് വശങ്ങൾ. അങ്ങനെ ഈ പാസീവ് പേഴ്സൺ, മറ്റ് ആളുകളുടെ ഇഷ്ടാനിഷ്ടപ്രകാരം ജീവിച്ചു പോകുന്നൊരു കുട്ടി, അവന് ഇങ്ങനെ കുറച്ചു കാലമൊക്കെ ജീവിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചടിക്കാൻ തുടങ്ങും. അതാണ് അഗ്രസീവ്. അപ്പം നമ്മൾ പറയും, എൻ്റെ മോൻ നല്ല മോനാണ്, ഇപ്പോൾ 2 വർഷമായി, അപ്പോൾ പുതിയ എന്തെങ്കിലും സംഗതി ഉണ്ടായിട്ടുണ്ടാവും. അത് പറയും അവന് മൊബൈൽ കിട്ടി, അപ്പോൾ മൊബൈൽ കിട്ടിയുണ്ടോ അങ്ങനെയായത് പറയും. അല്ല അവനെ സ്കൂളൊന്ന് മാറ്റി, ആ സ്കൂളിൽ പോയപ്പോഴത് അങ്ങനെയായത്. അവനെല്ലാം അവനെന്ത് ചെയ്തു, അവന് മറ്റേ കോഴ്സിൽ പഠിച്ചു, ഈ വേറെ കോഴ്സ് അപ്പോൾ പഠിച്ചു, ആ കോഴ്സിന് ചേർന്നുകൊണ്ട് അത് ഇങ്ങനെയായത്. മനസ്സിലല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാരണം വെച്ചുകൊണ്ട് ഈ കുട്ടീനെ ആയിരിക്കാം. നോ, പ്രോബ്ലം ഈസ് വിത്തിൻ അസ്. മാതാപിതാക്കളില്ല പ്രോബ്ലം ഉള്ളത്. അങ്ങനെ കുട്ടി അഗ്രസീവ് ആവും. അങ്ങനെ ഈ അഗ്രസീവായി കഴിഞ്ഞാൽ കുട്ടികൾ അവരെന്ത് ചെയ്യും, പിന്നെ അവൻ്റെ ഇഷ്ടം നടപ്പാക്കി തരും. അവൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഈ ഒരു സ്റ്റേജിലൂടെ കുട്ടികൾ വളർന്നു വരുന്ന സ്റ്റേജ് സൂക്ഷിച്ചോ. അൺഹെൽത്തി പാരൻറ്റിങ് വന്നു കഴിഞ്ഞാൽ ആദ്യം കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് പീസ് ഓഫ് മൈൻഡ്. ദാറ്റ് മീൻസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, സുരക്ഷിതത്വ ബോധം. കുട്ടികൾക്ക് സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടും. നഷ്ടപ്പെടുന്നു. ലാക്ക് ഓഫ് പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. ഫ്രീഡം ഇല്ലാതാകുന്നു. അവരുടെ സ്പേസ് ഇല്ലാതാകുന്നു. അവർക്ക് വീട്ടിലൊരു സ്പേസ് ഉണ്ടാവും, അതില്ല. കിടക്കാനുള്ള സ്ഥലമല്ല ഞാൻ പറയുന്നത്.
അവർക്ക് അവൻ്റെ ആവശ്യം പറയുക, അംഗീകാരം പറയുക, ഇഷ്ടം പറയുക, ഇതൊന്നും പറയില്ല. അവൻ്റെ കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപഴകും, ബൗണ്ടറി വയലേഷൻ നല്ലോണം നടക്കും. അതുകൊണ്ട് ഒരു ലാക്ക് ഓഫ് ഫ്രീഡം പോകും, ലാക്ക് ഓഫ് സ്പേസ് പോകും. അത് ആ കുട്ടിക്ക് അണീസിനെസ് നൽകും, വെറീസ് ആക്കും. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടി അടുത്ത സ്റ്റേജിലേക്ക് പോകും. പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകും. ആ സ്റ്റേജ് എന്താ? ഇറിറ്റേഷൻസ്. കുട്ടിക്ക് ഇറിറ്റേഷൻ തുടങ്ങും. ദാറ്റ് മീൻസ് എന്ത് പറഞ്ഞാലും കുട്ടിക്ക് ഒരു ഡിസൊബീഡിയൻസ്, ഇറിറ്റേഷനൊക്കെ തുടങ്ങും. ആ ഇറിറ്റേഷൻ തുടങ്ങി എന്ത് ചെയ്യും? പിന്നെ അൺഹാപ്പിനെസ്, ഹോപ്പ്ലെസ്നെസ്, പിന്നെ കുട്ടിക്ക് പ്രതീക്ഷ പോകും. എനിക്ക് അറിയ ഒരു കേസ്, സ്വന്തം IIT മദ്രാസ്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. IIT മദ്രാസിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഓഫ് ഇന്ത്യയാണ്, എഞ്ചിനീയറിംഗ് കോളേജ് IIT മദ്രാസ്. ഈ IIT മദ്രാസിലേക്ക് പഠിച്ച് ക്വാളിഫൈ ചെയ്ത മകൻ സ്വന്തം തന്തയോട് പറയാത്ത കേസ് ഉണ്ടായിട്ടുണ്ട്. തന്തയോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത അംഗീകരിക്കൂല എന്നാണ് വിചാരം. തന്ത അംഗീകരിക്കുന്നുണ്ട്, അങ്ങനെ കുട്ടീൻ്റെ അനുഭവമായിരിക്കണം. തന്തയോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവന് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ എന്തിനാ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ അൺഹെൽത്തി പാരൻറ്റിംഗ് ആണ്, അവർ മൊല്ലാക്ക ടൈപ്പ് പാരൻറ്റിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. അതാ മതി. കുട്ടിക്ക് സുരക്ഷിത ബോധം ഇല്ലാത്തതുകൊണ്ട് കുട്ടി IIT മദ്രാസിലേക്ക് അവൻ ട്രെയിനിങ്ങും മറ്റും നടത്തുന്നത് അവൻ്റെ വീട്ടിൽ വെച്ച് ഡോറടച്ച് പഠിക്കുക. വീട്ടിൽ നിന്ന് കംപ്ലയിൻ്റ് എന്താ? അവൻ എപ്പോൾ നോക്കിയാലും മൊബൈലിലും കമ്പ്യൂട്ടറിലാണ്, പക്ഷേ മൊബൈലും കമ്പ്യൂട്ടറിൽ കുട്ടി പഠിക്കുന്നത് മാഷാ അല്ലാഹ് IIT മദ്രാസിൽ ട്രെയിനിങ്ങായി, കോച്ചിങ്ങായി കുട്ടി പഠിക്കുന്നത്. അവൻ അവിടെ ജോലി കിട്ടി, അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോഴാണ് വാപ്പ അറിയുന്നത്, എന്താ ഇതിൻ്റെയൊക്കെ അവസ്ഥ? ഇയാളുടെ വീട്ടിൽ മതമുണ്ട്, പക്ഷെ എന്ത് മതമാണ് ഇതില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എവിടുത്തെ മതമാണ് ഇതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരുന്ന ഹോപ്പ്ലെസ്നെസ്, അതുപോലെ കൺഫ്യൂഷൻ. പിന്നെ ഇതെന്താ? ഈ കുട്ടികൾക്ക് സാഡ് ആൻഡ് ഗ്രീഫ്, ദുഃഖം. ഈ ദുഃഖം, വിഷമം വന്നു കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യുന്നതാണ് വെറുപ്പും ദേഷ്യവും വാശിയായിട്ട് മാറും. പിന്നെ അത് കുട്ടികൾക്ക് വാശി വരുത്തും, ദേഷ്യം വരുത്തും, വെറുപ്പ് വരുത്തും. പിന്നെ അതോടുകൂടി പിന്നെ എന്താ? ഒരു മനുഷ്യനും ഇവർ വിശ്വസിക്കൂല. അതോടുകൂടി ഡൗട്ട്സ്, സംശയം തുടങ്ങും, ഡിലൂഷൻ തുടങ്ങും. ഈ എല്ലാ സംശയത്തിൻ്റെ ബേസ് എവിടെയാണെന്നറിയോ? മതപരമായ കാര്യത്തിൽ കുട്ടികൾക്ക് ഒരുപാട് സംശയമുണ്ട്. ഞാനിവിടെ അടുത്ത് IAS പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടിയോട് സംസാരിച്ചു. ആ കുട്ടിയോട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ കുട്ടിയോട് എടുത്തിട്ട് ചോദിച്ചു, മോനെ, വിധിവിശ്വാസത്തിൽ ഇപ്പോഴൊരു സംശയം ഉള്ളിലില്ലേ? അപ്പോൾ ഞാൻ എക്സാമ്പിൾ ചോദിച്ചു. ഇപ്പം നിങ്ങൾക്ക് പറയാം, അള്ളാഹു എല്ലാ കാര്യം എഴുതി വെച്ചിട്ടില്ലേ? ഉണ്ട്. അത് പ്രകാരമല്ലേ നടക്കുള്ളൂ? അതെ. അത് നമുക്ക് വിശ്വസിക്കൽ വാജിബല്ലേ, നിർബന്ധമല്ലേ? അതെ. ഇല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്താകും. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ അള്ളാഹു നമ്മൾ നന്നാവോ ചീത്തയാവോ വെടക്കാവോ സ്വർഗത്തിൻ്റെ ആളാവോ നരകത്തിൻ്റെ ആളാവോ എന്ന് അള്ളാഹ് ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നീ അതുപോലെയല്ലേ നീ ആവുള്ളൂ? അതെ. അപ്പോൾ പിന്നെ നീ നരകത്തിൻ്റെ ആളായി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നന്നാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. പൊന്നരമോനെ, പ്രാർത്ഥിക്കാൻ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെന്നും പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടെന്നും അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കണം എന്നവിടെ അള്ളാഹ് എഴുതി വെച്ചാലേ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നീ നന്നാവും അല്ലെങ്കിൽ നന്നാവാം എന്ന് അവിടെ എഴുതി വെച്ചാലേ ഇതുവരെ നന്നാവാൻ പറ്റുള്ളൂ. തിരിച്ചു ചോദിക്കും. അതോടുകൂടി വായടക്കി. മൊല്ലാക്കന്മാരെന്ന് ദീനത്തിനെ പടിയുള്ളൂ. അപ്പോൾ അതോടുകൂടി ഡെഡ് എൻഡ്, ബ്ലോക്കായി. ഇയാളുടെ ആ റോഡ് ക്ലോസ് ആയി. അവിടെ വണ്ടി പിന്നെ റിവേഴ്സ് എടുക്കാൻ കൂടി പറ്റാത്ത രീതിയിൽ ബ്ലോക്കായി. ഇന്നലെ ഒരു മൊല്ലാക്ക ടൈപ്പ് ഒരാളോട് സംസാരിച്ച് ആള് ചിരിച്ചു. യെസ്, ഈ സംശയം എനിക്ക് കുറേ കാലമുണ്ട്. ഈ ശരി, ഈ സംശയവുമില്ല. ഈ സംശയം കൊണ്ടാണോ ഈ സംശയമുള്ള തലയും കൊണ്ടാണ് അള്ളാൻ്റെ മുമ്പിൽ ഈ 5 വക്ത് നിസ്കരിക്കുന്നത്. അതുകൊണ്ട് വിധിവിശ്വാസത്തിൽ പോലും ശരിയാവണ്ണം ഓപ്പണിങ് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇത് വിശദമായിട്ട് 3 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ് ഇത് വിശദീകരിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ ലൈഫ് കോച്ചിങ്ങിൽ. വിശദീകരിച്ച ആളുകളുടെ ഉള്ളിൽ റിയലി എൻ്റെ കോഴ്സിൻ്റെ പൈസ മുതലായി എന്ന് പറയും. എൻ്റെ കോഴ്സിൻ്റെ പൈസ മുതലായി. കാരണം ഇത്രയും കാലം ഞാൻ പലയിടത്തും അന്വേഷിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു സാധനത്തിന് ഉത്തരം കിട്ടിയല്ലോ. അപ്പം ഞാനെന്തെങ്കിലും തട്ടിയൊപ്പിച്ചതാ? നോ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി തആലയും ഷെയ്ഖ് ഹുസൈമിനെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചത് മെറ്റാഫിസിക്കൽ ലാംഗ്വേജിലൂടെ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ തലയിക്കട കയറ്റി കൊടുക്കും. പക്ഷെ അത് കയറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൊല്ലാക്കന്മാരെ കൊണ്ട് കഴിയില്ല. അഫ്ദൽ തോറ്റ് പിന്നെ ഒന്നും എഴുതി ജസ്റ്റ് കഷ്ടിച്ച് പാസ്സായി 7500 രൂപയ്ക്ക് 5 വക്ത് നിസ്കരിക്കുന്ന ജോലിയും ചെയ്ത് നടക്കുന്ന ഒരു മൊല്ലാക്കനോട് കഴിയൂല ചിലപ്പോൾ. യെസ്,
അതുകൊണ്ട് പിന്നെ അത് ഇതാ ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് എന്നത് ആ ആ ആ ബ്ലോക്കാണ്, ആ സംശയമാണ് പിന്നെ ബാക്കി സംശയത്തിലൊക്കെ കൂടെ ഇടപെടുന്നത്. അതുകൊണ്ട് സംശയം എന്ന് പറയുന്നത് ഒരു വിത്ത് ഉള്ളിൽ, ഇതാണ് വലിയ വിത്ത്. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ സംശയം വരും. അങ്ങനെ സംശയം വന്നു കഴിഞ്ഞാൽ ആ നിങ്ങൾ എന്ത് സംശയിക്കുന്നോ അത് 3 ദിവസത്തിൽ കൂടുതൽ കൊണ്ടുവരുന്നാൽ ഊഹമാകും. ഊഹം ഗ്രാജുവലി വിശ്വാസമാകും. ഇതാണ് ഡില്യൂഷൻ, സൈക്കോളജിക്കൽ ഡില്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഊഹം വിശ്വാസം തുടങ്ങും, ഊഹം തുടങ്ങും. ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപ്പോളർ ഡിസോർഡർ, സിസോഫ്രീനിയ, പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ഇങ്ങനെ അങ്ങനെ കയറിപ്പോകും. ഇങ്ങനെ ഈ തട്ടിലൂടെ നമ്മൾ മക്കൾ കയറിപ്പോകുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കയറിപ്പോകുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ ഒരു 90% ഉത്തരവാദികൾ മാതാപിതാക്കളാണ്. നിങ്ങളെ മക്കൾ ഒരു പ്രേമത്തിൽ പോയി പെടുന്നുണ്ടോ? അതൊരു അൺഹെൽത്തി പ്രേമം. ചിലപ്പോൾ മക്കൾ പഠിക്കുന്ന സമയത്ത് അവരെ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ഒരു ഇഷ്ടപ്പെട്ട കുട്ടിയെ സ്നേഹിച്ചേക്കാം, അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടമാണ്, നമ്മൾ കല്യാണം കഴിക്കാൻ എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഫിറ്റാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അൺഹെൽത്തി ആയിട്ടുള്ള എന്താ, കഞ്ചാവ് കേസ് പിടിച്ചു പറിച്ചിട്ട് പിന്നെ മോട്ടോർ സൈക്കിൾ വന്ന് പിടിച്ചു പറിച്ചിട്ട് പോലീസ് കൊണ്ട് അടിച്ച് ജയിലിലിട്ട് ജയിലിൽ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന ചെക്കനെ പോയി സ്നേഹിക്കുന്ന പെണ്ണിനെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ 4 ദിവസം മെനക്കെട്ട് ആ കുട്ടിയെ രക്ഷിച്ചു കൊടുത്തു. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടുന്ന് ഇറങ്ങുന്ന ഫോട്ടോ ഒക്കെ എനിക്ക് കാണിച്ചത്. ഇതാണ് എൻ്റെ മകളുടെ കാമുകൻ. ആ കുട്ടി ഞാൻ രക്ഷിച്ചെടുത്തു അൽഹംദുലില്ലാഹ്. അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രേമത്തിലൊക്കെ നമ്മൾ മക്കളെ പോയി പെടുന്നുണ്ടോ? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 100% തന്തയും തള്ളയും ആ വീട്ടിലുള്ള മെമ്പേഴ്സും അവരുടെ അൺഹെൽത്തി പാരൻറ്റിങ്ങും അൺഹെൽത്തി ബിഹേവിയറും മാത്രമാണ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഗർത്തം ഞാൻ പറയാറുള്ളത് ഏതാണെന്നറിയും? ഗ്യാപ്പ്, ഏജ് ഗ്യാപ്പ്, മറ്റേ ജനറേഷൻ ഗ്യാപ്പ് എന്നതാണ് ഏറ്റവും വലിയ ഗ്യാപ്പ്. ആ ഗ്യാപ്പിനെ നികത്താൻ മക്കളെ കൊണ്ട് കഴിയൂല. ആ ഗ്യാപ്പിനെ നികത്തണമെങ്കിൽ മക്കളെ കൊണ്ട് കഴിയൂല. മക്കൾ മുന്നോട്ട് സഞ്ചരിക്കുന്നു, മക്കൾ ഹൈ സ്പീഡിൽ മുന്നോട്ട് സഞ്ചരിക്കുന്നു. നമ്മൾ അവരുടെ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഗ്യാപ്പില്ലാതാവും. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കളൊപ്പം സഞ്ചരിച്ചിട്ടാണ് ഗ്യാപ്പ്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഇസ്ലാം നടപ്പാക്കുക. ഇസ്ലാം പഴയതല്ലേ, 6-ാം നൂറ്റാണ്ടത്തല്ലേ? ഇവിടെ 6-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ബെസ്റ്റ് ഫിറ്റ്. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല. ഇസ്ലാമിൻ്റെ പിന്നെ ഇത് ആദിൻ്റെ പിന്നെ കാലത്തുള്ള തൗഹീദാണ്, മുഹമ്മദിൻ്റെ കാലത്തിൻ്റെ തൗഹീദും, അതിൻ്റെ യൗമുൽ ഖിയാമത്തിൻ്റെ അന്നുള്ള തൗഹീദും, അതിൻ്റെ മനുഷ്യന്മാരുടെ തൗഹീദും ജിന്നുകളുടെ തൗഹീദും. ആദം നബിക്ക് എന്തൊക്കെ ശിർക്കാനോ അത് മുഹമ്മദ് നബിക്കും ഇനി അവസാനം ജനിക്കുന്നൊരു കുഞ്ഞിനും തൗഹീദും ശിർക്കും അന്ന് തന്നെയാണ്. അത് മനുഷ്യന്മാർക്കും ജിന്നുകൾക്കൊക്കെ തൗഹീദ് ഒന്നാണ്. തൗഹീദ് ഒരു കാലത്ത് മാറില്ല. ഇബാദത്തുകൾ മനുഷ്യന്മാർക്കനുസരിച്ച് വ്യത്യാസപ്പെടും. അതവരുടെ കാലത്തിനനുസരിച്ച്, സമൂഹത്തിൻ്റെ വളർത്തക്കനുസരിച്ച്. മനുഷ്യൻ്റെ ഹ്യൂമൻ മൈൻഡ് ഈസ് എ ബയോളജിക്കൽ സിസ്റ്റം. കേട്ടിട്ടുണ്ടോ? സൊസൈറ്റി ഈസ് എ ബയോളജിക്കൽ സിസ്റ്റം. അങ്ങനെ സൊസൈറ്റി വളർന്നു വരുന്നു. സൊസൈറ്റി തന്നെ ഒരു മെച്യൂർഡ് ലെവലിലെത്തിയപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവുണ്ടായത്. അപ്പോഴാണ് ദീന് കാമിലായിട്ട് അവതരിപ്പിച്ചത്. ഇനി ഇത് വീണ്ടും അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രവാചകന്മാർ വരേണ്ടതും ആവശ്യമില്ല, വരുന്നുമില്ല. അതുകൊണ്ട് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സാധനം ഗ്യാപ്പിനെ ഇല്ലാതാക്കാം. മക്കളെ പിടിച്ച് ബാക്കോട്ട് വലിച്ചിട്ട് കാര്യമില്ല. മക്കളും പരാജയപ്പെടും, ഈ തന്തയും തള്ളിയും പരാജയപ്പെട്ടേ പറ്റും. അവർ പരാജയപ്പെടും. നേരെ മറിച്ച് മക്കളുടെ കൂടെ നമ്മൾ അങ്ങോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ച ദീന് പൂർണ്ണമായിട്ട് മക്കൾക്ക് ഇഷ്ടത്തോടു കൂടി മക്കളെ അനുസരിപ്പിക്കുക എന്നുള്ള സാധനം ഇസ്ലാമിലില്ല. നിർബന്ധിക്കുക എന്നുള്ള സാധനം ഇസ്ലാമില്ല. ബാപ്പാനെയും മോനെയും അനുസരിക്കണം എന്ന് മക്കളോടുള്ള കൽപ്പനയാണ്. ദീനിൻ്റെ കൽപ്പനയാണ്. അത് അവരോടുള്ള അനുസരിക്കണമെന്ന കൽപ്പനയാണ്. പക്ഷേ ഈ ബാപ്പാക്കും ഉമ്മാക്കും മക്കളെ അനുസരിപ്പിക്കാനുള്ള അവകാശം ഇസ്ലാം കൊടുത്തിട്ടില്ല. ഭർത്താവിനെ അനുസരിക്കണമെന്ന് ഭാര്യയോടുള്ള കൽപ്പനയാണ്. പക്ഷേ ഈ ഭർത്താവിന് ഭാര്യയെ അനുസരിപ്പിക്കാനുള്ള പെർമിഷൻ അള്ളാഹ് കൊടുത്തിട്ടില്ല. ലാ ഇക്രാഹ് ദീൻ, ദീനിൽ നിർബന്ധമില്ല. ഇത് കേട്ടപ്പോൾ ഒരു മൊല്ലാക്ക എന്ത് ചെയ്തു? ദീനിൽ നിർബന്ധമില്ല, സംസ്കാരം നീറിൽ നിർബന്ധമില്ല ചോദിച്ചു. അതല്ല മൊല്ലാക്ക ഞാൻ പറഞ്ഞത്. ദീനിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ നിർബന്ധിപ്പിക്കുക എന്നത് ഇത് ഇസ്ലാമിലില്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം തന്നെ ആവണമെങ്കിൽ അത് ഇഷ്ടത്തോടു കൂടി, അതിനപ്പുറത്തേക്ക് അള്ളാഹുവോടുള്ള സ്നേഹത്തോടു കൂടി ആവണം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ തന്നെ 3-4 തട്ടിലുണ്ട്. ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്, മറ്റൊന്ന് സമൂഹത്തിൽ നിന്ന് വിധി, അതായത് മുസ്ലിം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കും, അല്ലെ തലവിട്ടെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇസ്ലാമുണ്ട്. കാബട്ടിയാണ്, മുനാഫിക്കുള്ള പണിയാണ്. പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഇസ്ലാമുണ്ട്, അല്ലെങ്കിൽ ഈമാനുണ്ട്.
പിന്നെ സ്വർഗം കിട്ടാനുള്ളത് വേറുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളതും അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടുള്ളത് വേറുണ്ട്. അതാണ് സുപ്രീം. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ മൊല്ലാക്കന്മാർ അധികം പറയാനുള്ളത് നരകത്തെക്കുറിച്ചാണ്. കാരണം നരകപടം ഭയപ്പെടുത്തിയിട്ട് ജനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് മൊല്ലാക്കന്മാരുടെ ശൈലി. അതുകൊണ്ട് നരകഭയം അധികം ആളുകളുണ്ട്. നരകഭയം മരണഭയം കൂട്ടും, മരണഭയം രോഗഭയം കൂട്ടും, രോഗം വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, ജനറേഷൻ ഗ്യാപ്പിനെ നികത്തണമെങ്കിൽ മക്കളല്ലാതെ നികത്തുക. ജനറേഷൻ ഗ്യാപ്പിനെ നികത്തണമെങ്കിൽ പാരൻസാണ് നികത്തുക. അതുകൊണ്ട് എമോഷണൽ ബോണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഈ ബന്ധങ്ങൾ, ഏത് ഹൃദയം തമ്മിൽ ബന്ധങ്ങൾ ഇങ്ങനെ ഉള്ളിലേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക്കായിട്ട് ബന്ധം ഉണ്ടാവും. അതെന്താ? നേർച്ചറിങ്, നിലനിൽപ്പ്. ഇപ്പം മക്കൾക്ക് തിന്നാൻ കൊടുക്കാതിരിക്കാൻ പറ്റും. ഭാര്യ, അവളെൻ്റെ ഭാര്യയിലേക്ക്, അപ്പോൾ ഇപ്പം അവളെ കേസ് കൊടുത്തു വിചാരിച്ചോ, അവളൊന്ന് മാസം മാസം പൈസ അയച്ചു കൊടുക്കും. ഇത് അവൾക്ക് തീറ്റയ്ക്ക്, അവൾക്കും കുഞ്ഞുങ്ങൾക്കുള്ള പൈസ അയച്ചു കൊടുക്കും. അത് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, കാരണം അത് കേസാണ്, നിയമം. അപ്പോൾ നിയമപരമായിട്ട് അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കുന്ന ഒരു ബേസിക് മെയിൻ്റെനൻസ്, ഇതൊരു ബന്ധം. ഇതിൻ്റെ മേലെയാണ് മേഴ്സി, ഫോർബിയറൻസ് ആൻഡ് ഫോർഗീവ്നെസ്. കാരുണ്യവും വിട്ടുവീഴ്ചയും ഫോർബിയറൻസ്, മറ്റൊരാൾക്ക് വേണ്ടി ഒരാൾ സഹിക്കലും, അല്ലെങ്കിൽ മറ്റൊരാളുടെ നെഗറ്റിവിറ്റി എന്തോ അല്ലെങ്കിൽ പിന്നെ ഡിഫക്റ്റ് എന്തോ അത് മറ്റൊരാൾ സഹിക്കുക. അത് ബേസിക് നെസസറി കൊടുക്കുന്നതിൻ്റെ മേലെയാണ്. ആവശ്യം നമ്മൾ ചിലവിന് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മേലുള്ളൊരു സംഗതിയാണ്. അതിൻ്റെ മേലുള്ളതാണ് ഇത് ലവ് ആൻഡ് കമ്പാഷൻ, സ്നേഹവും കാരുണ്യവും. ഇപ്പോൾ ചില ആൾക്കാരുടെ ചോദിക്കും, എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എല്ലാ റിലേഷനും? ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇന്നിപ്പോൾ ഒരു മഗ്‌രിബിന് ശേഷം 7 മണിക്ക് ശേഷം ഞാൻ ഒരു ഫാമിലിയോട് സംസാരിച്ചു. അപ്പം ഹസ്ബൻഡും പറഞ്ഞു, എന്ത് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ നല്ല, പിന്നെ സാധാരണ എല്ലാ കുടുംബത്തിലുണ്ടാകുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എന്തെങ്കിലും കള്ളത്തരം. ഞാൻ പറഞ്ഞത് ഏത് കള്ളത്തരാണെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന പോലെ സാധാരണ ഇതൊക്കെ കള്ളത്തരാണ്. പിന്നെ ഞങ്ങളാണെങ്കിൽ പിന്നെ ഞങ്ങളിപ്പോൾ അപ്പോൾ തന്നെ 2-3 മണിക്കൂറുണ്ട് നിൽക്കുള്ളൂ. അവിടെ ഒരു കാര്യമില്ലടോ. നീ പിണങ്ങിയിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് എന്താ കാര്യം? ഓരോ തവണയും നീ പിണങ്ങുന്ന സമയത്ത് നീ ഗ്യാപ്പ് കൂട്ടുകയാണ്. പിന്നെ ഇവിടെ ഇണങ്ങൊരു ചടങ്ങല. ഓരോ സമയത്തും നീ പിണങ്ങുന്നുണ്ടെങ്കിൽ ഓരോ സമയത്ത് പിണങ്ങുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടുക. പിന്നെ നിങ്ങൾ ഇണങ്ങുന്നു എന്നൊക്കെ പറയുന്നത്, പക്ഷേ ഇണക്കം കൂടെ മുറിവ് കൂടില്ല, നിങ്ങൾ തമ്മിലുള്ള മുറിവ് കൂടില്ല. അപ്പോൾ ലവ് ആൻഡ് കമ്പാഷൻ എന്ന് പറഞ്ഞ സാധനം എന്താ? കമ്പാഷൻ എന്ന് പറഞ്ഞ സാധനം അനുകമ്പ എന്താ? മറ്റേയാൾ പറയുന്നത് അയാളുടെ വികാരത്തോടു കൂടി അയാൾ മനസ്സിലാക്കലാണ്, അയാളുടെ വികാരത്തെ മനസ്സിലാക്കലാണ്. അതാണ് അനുകമ്പ. ഈ ലവ് ആൻഡ് കമ്പാഷൻ അതും പോയിട്ടുണ്ടാവും, അതിൻ്റെ എന്നോ മുമ്പ് പോയിട്ടുണ്ടാവും. എന്ത്? എമോഷണൽ ബോണ്ട്. ഒരു കുട്ടീനെ ഇരുത്ത് കൊണ്ടുവന്നു, 16 വയസ്സല്ല, മാഷാ അല്ലാഹ്, ഒരു 6 അടി ഉയരമുള്ള സെക്കൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തി ഒരു 2 മണിക്കൂർ തള്ള അവൻ്റെ കുറ്റം തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്കെന്ത് ചെയ്തു, ഈ കുട്ടീനെ കുറ്റമാണല്ലോ പറയുന്നത് വിചാരിച്ചു പറഞ്ഞോട്ടെ. കാരണം തള്ളയുടെ ഉള്ളിൽ കുറേ എമോഷണൽ ലോഡ്. ഇത് തള്ളക്കുള്ള ട്രീറ്റ്മെൻറ്റ് അനിവാര്യം. തള്ളനെ ട്രീറ്റ് ചെയ്യാതെ മകനെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എന്തെങ്ങനെ മൂളി കൊടുത്തു ഈ മകനെ ഇരുന്ന് കേട്ട് അവൻ്റെ മകൻ്റെ കുറ്റായി പറയുന്നത് 2 മണിക്കൂർ തള്ള ഇരുന്ന് സംസാരിച്ച് പിന്നെ അങ്ങോട്ട് യെസ് മോനെ നീ പറ, മോൻ്റെ കാര്യം മോൻ തന്നെ, എന്താ ഇക്കൊന്നും പറയില്ല, ഇപ്പം ഉമ്മ പറഞ്ഞില്ലേ എന്നാണ്. പിന്നെ എന്നോട് ചോദിച്ചു എന്തിനാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞില്ലേ കൗൺസിലിങ്ങിനാണെന്നില്ല. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10ാം ക്ലാസ്സിലാണേ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പഠിപ്പിക്കുന്ന മാഷിൻ്റെ അടുത്ത് കൊടുത്തത്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു തന്നാക്കാനല്ലേ ചോദിച്ചു. അങ്ങനെ വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അതേ ദിവസം കേൾക്കണതാണ് പറഞ്ഞു. ഈ കുട്ടി പിന്നെ തുടർന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാനേ എൻ്റെ ഉമ്മനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഒരു മനുഷ്യപ്പങ്ങളോട് സംസാരിക്കണേ എത്ര മണിക്കൂർ സഹിക്കും നിങ്ങൾ? 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ? നിങ്ങളൊരാളിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് പിന്നെ വഴക്ക് പറഞ്ഞിട്ട് സംസാരിച്ചാൽ ഇന്ന് എൻ്റെ മതം ഉണ്ടല്ലോ 3 കഴിഞ്ഞാൽ 36 ഒരു കുഴപ്പം പറ്റില്ല. 3 അതിൻ്റെ അപ്പുറമൊക്കെ സംസാരിക്കും. കട 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 ചെവിയിൽ മൂട്ട കുടുങ്ങിയ മാതിരി. അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ ഒരു ദിവസം ഇങ്ങനെ പൊയ്ക്കാണി എന്നിട്ട് കൈ ഇങ്ങനെ കാണിച്ചു ഞാൻ. അതോടുകൂടി എൻ്റെ കൈയും എൻ്റെ മൂക്കിനാണ് തട്ടി, മൂക്കുന്ന് ചോര വന്നു. അപ്പോൾ എനിക്കൊരു പുതിയ പേര് കൂടി കിട്ടിയത്. അതെന്താ വെച്ചാൽ തള്ളനെ തല്ലിയിരുന്നു. കുട്ടി പോകാൻ പറയണം, ഉമ്മ എന്നെ തല്ലുമ്പോൾ അത് സ്നേഹം കൊണ്ടുള്ള തല്ലല്ലാണോ വാപ്പാനോടുള്ള ദേഷ്യമാണോ എനിക്ക് അത് തിരിച്ചറിയാൻ പറ്റും. ഉമ്മ എന്നെ ഷൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. സത്യമാണ് അമ്മ പറഞ്ഞത്. ഞാനൊരൊറ്റ ദിവസത്തെ കൗൺസിലിങ്ങിന് ഉച്ചക്ക് റിസ്കരിക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ ഞാൻ അവനെ കൈ പിടിച്ചിങ്ങനെ പോകാം. എന്നോട് പറഞ്ഞേ എൻ്റെ നെഞ്ഞത്തുനിന്ന് പകുതി പോയിട്ടോ, പകുതിൻ്റെ വിഷയമാണ് സോൾവ് ആയി കിട്ടിയിട്ടോ. ചെക്കൻ അൽഹംദുലില്ലാ നല്ല മോൻ, സുന്ദരക്കുട്ടൻ. ഐ ലൈക്ക് ഹിം ആക്ച്വലി. എനിക്കൊരു ഇഷ്ടം, അത്ര നല്ല മോനാണ്. പക്ഷേ അവനെ കേടെടുക്കുന്നത് ആരുമില്ല, അവൻ്റെ തള്ളയുടെ കട 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 എന്നുള്ളത്.
ആ എമോഷണൽ ബോണ്ട് പോവും. കുട്ടികൾക്ക് അറിയാം നമ്മൾ അവരോട് പെരുമാറുമ്പോൾ നമ്മുടെ സ്നേഹം കൊണ്ടാണോ അതല്ല നമ്മുടെ കലിപ്പ് തീർത്തതാണോ. അപ്പോൾ നമ്മളെ മാതാപിതാക്കൾ നമുക്ക് തന്നത് നമ്മൾ അറിയാതെ മക്കളിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ അൺഹെൽത്തി അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ യു ചേഞ്ച് യുവർ പേഴ്സണാലിറ്റി. നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ മാറ്റാതെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ അൺഹെൽത്തി പാരൻറ്റിങ് മക്കളിലേക്ക് കൊടുക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പിടിച്ചു വെക്കാൻ കഴിയില്ല. നമ്മളെ പേഴ്സണാലിറ്റി മാറ്റിയെങ്കിൽ മാത്രമേ. അതുകൊണ്ട് ഈ അൺഹെൽത്തി പാരൻറ്റിങ് എന്നുള്ളത് തലമുറകളെ കൊടുത്ത് കൈമാറി വരുന്ന വലിയൊരു തറവാട്ട് സ്വത്താണ് അൺഹെൽത്തി പാരൻറ്റിങ്. അത് അടുത്ത തലമുറയിലേക്ക് പോവാതെ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് നിൻ്റെ മക്കളിലേക്ക് പോകാൻ പാടില്ല. ഇതാണ് റീപാരൻറ്റിങ്. എമോഷണൽ ബോണ്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ പോയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മക്കളെ കൈമോശം വന്നു പോകുന്നത്. മാത്രമല്ല, നിങ്ങൾ ഈ സ്നേഹത്തിൽ പ്രേമത്തിൽ കുടുങ്ങിയ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഞാൻ ചോദിക്കട്ടെ, അല്ല മോൻ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ലവ് അഫെയർ, അല്ലെങ്കിൽ മോൾ എന്ത് പറ്റി? അവരെല്ലാവരും ഒരേ ഉത്തരത്തിൽ പറയും. നിങ്ങളെ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, നീല് പങ്കെടുക്കുന്ന നിങ്ങളെ മക്കളോടോ അനിയത്തിമാരോ ഏട്ടത്തിമാരോ അനിയന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോ, അവർ ഒറ്റ ആൻസർ പറയുള്ളൂ. അവനെന്നെ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പെൺകുട്ടീനെ കെയർ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെ റിക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് അവർ പറയും എന്നെ റിക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, എന്നെ അംഗീകരിക്കുന്നുണ്ട്. റിക്കഗ്നിഷൻ, കെയർ ആൻഡ് സപ്പോർട്ട്, ഈ 3 സാധനം കിട്ടിയാൽ പിന്നെ ഓട്ടോമാറ്റിക് അവിടെ നിർഗളിച്ച് വരും, പൊടിഞ്ഞു വരും സ്നേഹം. അതുകൊണ്ട് ഈ ആദ്യത്തെ 3 സാധനം നമ്മൾക്ക് മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അതോടുകൂടി സ്നേഹം അവിടെ നടക്കുന്നില്ല. പിന്നുണ്ടല്ലോ, പിന്നെ എൻ്റെ മക്കൾക്ക് ഞാൻ അവർ ചോദിക്കുന്ന ചുരിദാർ വാങ്ങിച്ചു കൊടുക്കും, അവർക്ക് മന്തി വാങ്ങിച്ചു കൊടുക്കും, ഞാൻ എന്തെല്ലാം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കള്ളക്കണ്ണീരുണ്ടാക്കും. അവർ തന്ത ഉണ്ടാക്കും, തള്ളി ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പൊന്നാരി ചങ്ങാതി, ഇതെൻ്റെ സ്നേഹമല്ല, ഇതെൻ്റെ കാരുണ്യ. സ്നേഹം വേറെ, കാരുണ്യം വേറെ. സ്നേഹം വേറെ. വെണ്ണയും നെയ്യ്, വെണ്ണ, പാല്, തൈര്, ഇതൊക്കെ കൂടെ ഒന്ന് പാലുന്നുണ്ടാകുന്ന തന്നെയല്ലേ. പക്ഷെ എല്ലാം വെവ്വേറെയാ. കാരുണ്യം എന്ന വലിയൊരു വിഷയമാണ്. അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന അതിൻ്റെ ഒരു സ്പെഷ്യൽ എക്സ്പ്രഷനാണ് സ്നേഹം. സ്നേഹം ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടിക്ക് റിക്കഗ്നേഷൻ, അംഗീകാരമൊന്നും കിട്ടാത്തത് കൊണ്ട് ഈ പറഞ്ഞ സാധനമൊന്നും കുട്ടിക്ക് കിട്ടുന്നില്ല. കുട്ടിക്ക് നല്ല മന്തിയും നല്ല ജോമെട്രി ബോക്സും നല്ല മൊബൈലും നല്ല ചുരിദാറും നല്ല ഷൂസും നല്ല ബാഗും നല്ല കോഴ്സും കോളേജും ഒക്കെ നീ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീ ഇവിടെ പമ്പര വിഡ്ഢിയായി പോവുക. കാരണം എന്താ, ഇതൊക്കെ കൊടുത്താൽ മതി, നിൻ്റെ ഉത്തരവാദിത്വം തീരുമെന്നാണ് നിൻ്റെ വാദം. മാത്രമല്ല, ഇതൊക്കെ കൊടുക്കുന്ന ഒരുത്തന് മതം കൂടി എൻ്റെ തലയിലുണ്ടെങ്കിൽ, ഏത് മൊല്ലാക്കന്മാർ പഠിപ്പിക്കുന്ന മതം കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര അവകാശബോധമായിരിക്കും. കുട്ടികളിൽ നിന്ന് പലതും അവർ പ്രതീക്ഷിക്കും. അങ്ങനെ കുട്ടികൾ ഇറങ്ങിപ്പോകാൻ പറയലും. എനിക്കറിയാം, ഇറങ്ങിപ്പോകാൻ പറഞ്ഞ കേസ് ഞാൻ പറയാം. എൻ്റെ ഒരു വീട്ടിലൊരു അയാളെ കൊണ്ടത് ഭയങ്കരമായിട്ടൊരു മൊല്ലാക്ക കുട്ടി അസുഖം എന്താ, കുട്ടീൻ്റെ ചെയ്താനെ പിടിക്കാൻ കൊണ്ടുവന്ന എൻ്റെ അടുത്ത് നടന്ന സംഭവം. ഇങ്ങനെ നേരം വെളുക്കണവരെ പറയാൻ അടുത്തുണ്ട്. കുട്ടി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇയാൾ ഭയങ്കര മല്ലാക്കിയാണ്. ഇയാൾ നിസ്കാരം, നോമ്പും ഹജ്ജും സക്കാത്തും ദിക്റും സ്വലാത്തും പിന്നെ ഇയാളെ തബ്ലീഗും ജമാഅത്തും എല്ലാം ഉണ്ട്. അതിനൊന്നും ഒരു കുറവില്ല, ഉഷാറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുട്ടിയോട് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ന് പറയുന്ന നാട്ടിൽ ജമാഅത്തിൽ ഏതാ. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങളെവിടെ പോയി കിടക്കുക? അല്ല, ഞാൻ ജമാഅത്തിലാണ്. നിങ്ങളെ കുട്ടിക്ക് ചികിത്സ ചെയ്തിട്ടേക്ക് ജമാഅത്തിൻ്റെ ബാധ്യതയില്ല. പോയി തിരിച്ച് നിങ്ങളെല്ലാം കുട്ടനെ കൊണ്ടിട്ടുണ്ടോ? അയാൾ ജമാഅത്തിൽ നിന്ന് തിരിച്ചു വന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ കുട്ടിക്ക് രാത്രി പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങേണ്ടി പോകാൻ പറയും. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടി വാതിലുറന്ന് പുറത്തു പോകും. ഒരു ദിവസം കുട്ടി പുറത്ത് പോയിട്ട് റബ്ബർ തോട്ടത്ത് പോയി കിടക്കുകയാണ്. നായ്ക്കൾ കാണാൻ നന്നായി. നായ്ക്കളെ കടിച്ചു കയറില്ല രാത്രി. നേരം വിളിക്കുന്നവരെ തന്തിയും തള്ളിയും കുട്ടിനെ കാണലെന്ന് പറഞ്ഞ് തിരഞ്ഞപ്പോൾ രാവിലെ സുബൈൻ്റെ സമയത്ത് റബ്ബർ തോട്ടത്ത്. ഒരു ദിവസം കുട്ടിനെ കിട്ടുന്നത് കോഴിക്കോട് ബീച്ചിൽ നിന്നാണ്. ഏകദേശം മലപ്പുറം ജില്ലയിലുള്ള കുട്ടിയാണ്, കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടിയോട് ആരോ ഇറങ്ങടി പുറത്ത് പോടി എന്ന് പറയും. ഇത് പറയുമ്പോൾ കുട്ടിക്ക് ഇത് കേൾക്കാതിരിക്കാൻ പറ്റും. കുട്ടി ഇറങ്ങിക്കൊണ്ട് പോകും. കുട്ടിക്കൊരു ഒബ്സസീവ് എന്ന് പറയാം. ഞാനിതിന് വിഷയത്തിലും പഠിച്ച് ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് പുറത്തു പോകാൻ പറയുന്നത് ശൈത്താനെ പിടിക്കാനാണ് എൻ്റെ അടുത്ത് കൊണ്ടത്. ഞാൻ പറഞ്ഞു, മോളെ ശൈത്താനെ എനിക്ക് ഞാൻ കണ്ടു. ശൈത്താനെ നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ശൈത്താനെ ഞാൻ കാണിച്ചിട്ടേച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചിട്ടേച്ചു. അതേ ഇവിടെ ഇരിക്കുന്ന ഈ വെള്ള ഷർട്ടും വെള്ള തുണിയൊക്കെ എടുത്തിരിക്കുന്ന ഈ താടിയും തൊപ്പിയൊക്കെ ഉള്ളതാണ്, ഇതാണ് ഈ ശൈത്താൻ എന്ന് പറഞ്ഞു. ഞാനോ? യെസ്, നിങ്ങളാണ് ഈ ശൈത്താൻ. നിങ്ങൾ 9ാം ക്ലാസ് പഠിക്കണ 8ാം ക്ലാസ് പഠിക്കണ മോളോട് നിനക്ക് 12 വയസ്സ് 13 വയസ്സായിട്ടുണ്ട്, അതുകൊണ്ട് നീ നിക്കാബ് ഇടണം എന്നാണ്. ഞാൻ നിക്കാബിന് ഓപ്പോസിറ്റുള്ള ആളല്ല. ഞാൻ നിക്കാബ് ഇടാം, എൻ്റെ കൽപ്പിക്കാറിൽ എൻ്റെ വൈഫ് ഇടാറുണ്ട്, ചിലപ്പോൾ പലപ്പോഴും ഇടാതെ നടക്കാറുണ്ട്.
നിക്കാബിടണം. ഇത് അപ്പം എൻ്റെ ഞാൻ മഫ്തട്ടോളാം, അല്ലെങ്കിൽ എന്താ പറയുക, മഫ്തട്ടോളാം, മഫ്ത എന്നല്ല ഇനി പറയാം, യെസ് മഫ്തട്ടോളാം. എൻ്റെ നിക്കാബ് ഞാൻ മാത്രമുള്ള ഈ സ്കൂളിൽ ആരും ഇടുന്നില്ല, ഞാൻ ഒറ്റ കേട്ട് ആകെ ഒരു ഇതായി. ഇനി അതില്ല, നീ നിക്കാബ് ഇടുന്നില്ലെങ്കിൽ ഇറങ്ങടി പുറത്ത്. എൻ്റെ മകളല്ല, ഇറങ്ങടി പുറത്ത്. ഇയാളെ എങ്ങനെയാ പറയുക, ഇറങ്ങടി പുറത്ത്, ഇറങ്ങടി പുറത്ത്, ഇറങ്ങടി പുറത്ത്. ഞാൻ പറഞ്ഞ മനുഷ്യ, നിങ്ങളെ മകളുടെ കേസ് ഇപ്പോൾ പോലീസ് വരെ എത്തിയിട്ടുണ്ട്. അത് പോലീസിൽ നിങ്ങൾക്ക് പരിചയമുള്ളത് കൊണ്ട്, വേറെ ആൾക്കാർ ഇടപെട്ടതുകൊണ്ട് കേസാക്കിയിട്ടില്ല. ഇല്ലെങ്കിൽ കൂട്ടുകട കയറ്റേണ്ടി വരും. മനസ്സിലായില്ല? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി പുറത്തു നിന്ന് പറഞ്ഞ കുട്ടിക്ക് ഒബ്സസീവ് തോട്ട്സ് ആയിട്ട് ഒരു ബീച്ചിലും അവിടെയും പോയി കുട്ടി ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ കൂട്ടുകട ഞങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഒന്നും വിടില്ല. അങ്ങനെയല്ലേ എൻ്റെ ഭാഗം എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ റെക്കഗ്നേഷനും കെയറും സപ്പോർട്ടും കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മക്കൾ പോകുന്നത്, അനാവശ്യമായ ബന്ധത്തിൽ പോകുന്നത്. അതല്ല, ശരിക്കും അവർക്കൊരു ഇഷ്ടം തോന്നുകൊണ്ടോ അവർക്ക് നല്ലൊരു എന്താ പറയുക, അങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെ പോകുന്നത്. നേരെ മറിച്ച് കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും വൃത്തിയിട്ടോൻ്റെയും ഒക്കെ പിന്നാലെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിയാണ്. നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റാണ് ഉത്തരവാദി. ഒരു സംശയം, ഞാൻ കുട്ടികളുടെ കൂടെ നിൽക്കും, കാരണം അവർ നിരപരാധികളാണ്. അപ്പോൾ ഈ പാരൻറ്റിങ്ങിൻ്റെ അല്ല, പിന്നെ ഒരു സംശയം, പിന്നെ ഇപ്പോൾ ഈ പാരൻറ്റിങ് ഒന്നും ഇപ്പോൾ ആരും പഠിച്ചിട്ടല്ലല്ലോ വരിക, ഇതൊക്കെ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാവും. ഇന്നത്തൊക്കെ പഠിക്കുന്നൊരു സമൂഹം ഇല്ലേ ലോകത്ത്? ഉണ്ട്. അവരിന്ന് പഠിച്ചുകൂടിയത്, അവരിതൊക്കെ മനസ്സിലാക്കണ്ടേ? അത് നിങ്ങൾക്ക് പറ്റൂല. അതിപ്പോൾ എങ്ങനെ? അതിപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അല്ലേ, അത് നമുക്ക് നമ്മൾ ഇസ്ലാമല്ലേ പറ്റുള്ളൂ. അത് ഇപ്പോൾ പുതിയ ഇറങ്ങി, ഞാൻ പറഞ്ഞില്ലേ, ഭൗതിക വിദ്യാഭ്യാസം പറഞ്ഞാൽ ഒരൊറ്റ ബുക്കും വായിക്കാൻ പാടില്ല. ഖുർആാനും അതിൻ്റെ തഫ്സീറും ഹദീസും അല്ലാതെ ഒരാളെ എഴുതിയ ബുക്കും മുഹമ്മദ് നബി സ്വഹാബത്തും മോമിനികളും എഴുതിയതല്ലാത്ത വായിക്കാനേ പറ്റൂല. അതുകൊണ്ട് പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ബുക്ക് വായിക്കാൻ പറ്റില്ല. പേഴ്സണൽ ഹൗ യു ക്യാൻ ബി എ ഗുഡ് പാരന്റ് ബുക്ക് വായിക്കാൻ പറ്റില്ല. എന്താ നിനക്ക് പറയാ? ഒന്നും പറയാൻ ഒഴിച്ചങ്ങട് വിട്ടേക്ക്. ഇതൊക്കെ നടക്കും. മൊല്ലാക്കന്മാർ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാരൻറ്റിങ്ങിൻ്റെ നേക്ക് എന്താ? ദർ ആർ 2 ടൈപ്സ്. ഒന്ന് കോഗ്നേറ്റീവ് ഓർ ഇൻ്റലക്ച്വൽ, ഒരു ഇൻ്റലക്ച്വൽ പാരൻറ്റിങ് ഉണ്ട്. അതാണ് നമ്മളെ മക്കളോട് നല്ല സ്വഭാവത്തിൽ ഇടപെട്ടും പരിചയപ്പെട്ടും നല്ല രീതിയിൽ ഇടപെട്ടും ഈ പറഞ്ഞ സാധനമൊക്കെ അതാ. അപ്പോൾ അവരുടെ എമോഷൻ മനസ്സിലാക്കി, അവരുടെ ഉള്ളിൽ വ്യക്തിത്വം, നമ്മൾ കുട്ടിയോട് ആകെ കൂടെ ഡു ആൻഡ് ഡോണ്ട്, അത് ചെയ്യ്, ഇത് ചെയ്യ്, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ഇപ്പം ചെയ്യുന്നതാണ് പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഈ പറയുന്നത് വഴി ഈ കുട്ടിയിൽ ഞാൻ എന്തൊരു വ്യക്തിത്വ ഗുണമാണ് വളർത്തിയെടുക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതെനിക്കറിയില്ല. അതായത് വ്യക്തിത്വ ഗുണം എന്ന് പറഞ്ഞ സാധനം വളർത്തിയെടുക്കണം, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കുറേ സാധനങ്ങളുണ്ട്, അത് എൻ്റെ കുട്ടിയിൽ വളർത്തിയെടുക്കണം എന്നത് എനിക്കറിയില്ല. എൻ്റെ കുട്ടിയോട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നേ പറയാൻ അറിയുള്ളൂ. ഇത് ഈ അർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടത് മതം പഠിപ്പിക്കണമല്ല, യഥാർത്ഥ മതം പഠിപ്പിക്കുന്നത് അത് പയച്ചണം. അവിടെ പയച്ചതാണ് ഇവിടെ വലിയ കാര്യം. അപ്പോൾ ഈ പാരൻറ്റിങ്ങിൻ്റെ പിന്നിൽ കുട്ടിയിൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, നമ്മൾ കുട്ടിയൊരു സാധനം വാങ്ങാൻ പറഞ്ഞു വിചാരിച്ചു. കുട്ടി സാധനം നമ്മൾ പറഞ്ഞ സാധനം വാങ്ങിച്ചില്ല, വേറെ സാധനം അവിടെ വാങ്ങിക്കൊണ്ടെന്ന് ആ കുട്ടിയോട് നമ്മൾ ചെയ്യേണ്ട ഷൗട്ട് ചെയ്യലല്ല, മോനെ മറ്റെന്ത് കിട്ടിയില്ല, ഇല്ല, ഓക്കെ, അപ്പോൾ ഇതാ വാങ്ങിച്ചത്, ഓക്കെ യു നോ വാട്ട് യു ഡൺ. ഇപ്പോൾ ചെയ്തെന്താണെന്ന് നിനക്കറിയോ? നിൻ്റെ ഉള്ളിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, തീരുമാനം എടുക്കുക. ആ ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷനാണ് ഇപ്പോൾ മോൻ ഉപയോഗിച്ചത്, മനസ്സിലല്ലേ? അത് ഇറ്റ്സ് എ ഗുഡ് തിങ്, ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. വൺ ഓഫ് ദി ബിസിനസ്, അതാണ് വലിയൊരു സീക്രട്ട് ഓഫ് ദി ലൈഫ്, സക്സസ് ഓഫ് ദി ലൈഫ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ആ പേഴ്സൺ അത് ഡെവലപ്പ് ചെയ്യും. അതേമാതിരി അവൻ്റെ വേറെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തത്, അങ്ങനത്തെ ഒരുപാട് കേസ് നമുക്കറിയാം. ഹെൽപ്പ് ചെയ്തത്, പക്ഷെ അതൊക്കെ എന്താ ചെയ്യും മാതാപിതാക്കൾ? അപ്പം നീ എന്തിനാ നീ കൊണ്ടുപോയി പെൻസിലൊക്കെ അവന് കൊടുക്കാൻ പോയത്? എനിക്ക് നിൻ്റെ അവന് വേണം കൊണ്ടുവന്നൂടെ? നിൻ്റെ കുടപ്പം അവന് കൊടുത്തിട്ട് വേണം, അവന് വേറെ കൊണ്ടുവന്നു, അവന് മഴ ഉണ്ടെന്ന് അവനും അറിയില്ല, അവൻ്റെ പാരൻസിനറിയില്ല, അവനെന്തിനാ നിൻ്റെ കുട കൊടുത്തത് എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ നിന്നെ കൊടുത്ത കുടയിൽ അവനെയും കൂടെ കൂട്ടിയോ? ഇറ്റ്സ് ഗ്രേറ്റ്, അത് നല്ലൊരു പരിപാടി അത് ചെയ്ത്, ഇറ്റ്സ് ഗുഡ് സംതിങ് ഇട്ടാണ്. അപ്പോൾ കുട്ടിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുവാൻ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യണം. വിമർശിച്ചിട്ട് അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് കണ്ട റസൂൽ സ്വലം അനസ് ബിൻ മാലിക് 10 വർഷം റസൂലിൻ്റെ കൂടെ ഹിദ്മ ചെയ്തുകൊണ്ട് റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അനസ് ബിൻ മാലിക്, അനസ് പറഞ്ഞു ഒരൊറ്റ ദിവസം പോലും റസൂൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു കുട്ടി 10 വർഷം ഒരാളെ കൂടെ ജീവിച്ചാൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചെയ്യില്ലടാ.
എന്തെങ്കിലുമൊക്കെ ചെയ്യാത്ത കുട്ടികളുണ്ടാകും. ഇത് പ്രവാചകൻ, ഈ കുട്ടി പ്രവാചകനല്ലോ, മാസൂമല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ. പക്ഷെ ഒരു ഒറ്റ തവണ പോലും പ്രവാചകൻ അനസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മനസ്സിലുള്ളതുകൊണ്ട് പറയാം. അതുകൊണ്ട് മക്കളുടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് ചെയ്യുന്നതാണ് ഇൻ്റലക്ച്വൽ പാരൻറ്റിങ്. അത് 30% ഉള്ളൂ. 70% മെറ്റാഫിസിക്കൽ പാരൻറ്റിങ്. അതെന്താ? അത് എൻ്റെ വ്യക്തിത്വം ശരിയായാൽ എൻ്റെ മക്കളുടെ വ്യക്തിത്വം ശരിയാകും. ഞാൻ കൗൺസിൽ ചെയ്യുന്ന പല കേസിലും വരുന്ന കുട്ടികളുടെ കോലക്കേടുകൾ കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഇവർക്ക് ഇമോഷണൽ ട്രാൻസ്ഫറൻസ് എവിടുന്നോ വന്നിട്ടുണ്ടെന്നുള്ളത്. ചില കേസസിൽ സെക്സ് ആൻഡ് ലവ്, ആ സെക്സ് ആൻഡ് ലവ് എന്ന വിഷയത്തിൽ കുട്ടികളിൽ ഒരു വികൃതമായ സ്വഭാവ പെരുമാറ്റം കണ്ടു. ഞാൻ ഉടനെ ചോദിക്കുന്നത്, ഈ കുട്ടിക്ക് ലവ് ആൻഡ് സെക്സ് എന്ന വിഷയത്തിൽ സംതിങ് റോങ്. അത് ആ കുട്ടിയുടെ പ്രശ്നമല്ല. കുട്ടി ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന നല്ല കോഴ്സും കോളേജും ചെയ്യുന്ന കുട്ടിയാണ്. ആ കുട്ടിയിൽ ഇത് സംഭവിക്കണമെങ്കിൽ കുട്ടിക്ക് ഇത് എമോഷണൽ ട്രാൻസ്ഫറൻസ്, ഇതേ രോഗം ലവ് ആൻഡ് സെക്സ് എന്നതിൽ രോഗമുള്ള ആ കുട്ടിയുടെ വാപ്പയോ ഉമ്മയോ അമ്മാവനോ എളാപ്പയോ മൂത്താപ്പൻ്റെ മക്കളോ അമ്മാവൻ്റെ മക്കളോ അമ്മായിൻ്റെ മക്കളോ ഈ കുട്ടി ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരാളിൽ ഇതുണ്ടാവും. ഒരു സംശയമില്ല. ദിസ് ഇസ് കാൾഡ് എമോഷണൽ ട്രാൻസ്ഫറൻസ്. അപ്പോൾ ഈ പാരൻസിൽ നിന്നുണ്ടാകുന്ന എമോഷണൽ ട്രാൻസ്ഫറൻസ് മക്കളിലേക്ക് എത്തുന്ന അതാണ് മെറ്റാഫിസിക്കൽ പാരൻറ്റിങ്. അപ്പോൾ നമുക്ക് മക്കളെ പാരൻ്റ് ചെയ്യണമെങ്കിൽ ഈ മെറ്റാഫിസിക്കൽ നമ്മുടെ പേഴ്സണാലിറ്റി ശരിയാക്കിയെടുത്താലേ ഉള്ളൂ മക്കളുടെ പേഴ്സണാലിറ്റി ശരിയാവുള്ളൂ. അതില്ലാതെ നമ്മളെ പാരൻസിൽ നിന്ന് കിട്ടിയത് തന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മക്കളിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിപ്പെടുന്നതാണ്. ചിലരിനോട് പറഞ്ഞു, ഒരാളിനോട് പറയും, എൻ്റെ വാപ്പാൻ്റെ സ്വഭാവം എൻ്റെ മകനില്ലാതെ ഇരുന്നാൽ മതിയായിരുന്നു, എൻ്റെ വാപ്പാൻ്റെ സ്വഭാവം എൻ്റെ മകനില്ലാഞ്ഞാൽ മതിയായിരുന്നു, എൻ്റെ വാപ്പാൻ്റെ സ്വഭാവം കിട്ടാഞ്ഞാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയും. കാരണം ഈ മനുഷ്യനത് കിട്ടി, എൻ്റെ വാപ്പാൻ്റെ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഇയാളതറിയാതെ മകനും കൊടുക്കുന്നുണ്ട്. പക്ഷെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് റിയാക്ട് ചെയ്തതുകൊണ്ട്, ഓപ്പോസിറ്റ് അല്ല, അതിനെ മറികടക്കുന്ന രീതിയിൽ മകൻ റിയാക്ട് ചെയ്തതുകൊണ്ട് മകൻ പഠനത്തിന് മുന്നേറുന്നു. ചുരുക്കി പറഞ്ഞാൽ കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ WH ക്വസ്റ്റ്യൻസിലൂടെയാണ് അത് മനസ്സിലാക്കേണ്ടത്. WH ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഞാൻ റീപാരൻറ്റിംഗ് ആണ് നമ്മുടെ വിഷയം. അപ്പോൾ പാരൻറ്റിങ്ങാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ റീപാരൻറ്റ് ചെയ്യാൻ പറ്റും. പാരൻറ്റിങ് പഠിപ്പിച്ചാൽ അപ്പോൾ നമുക്ക് നമ്മളെ റീപാരൻറ്റ് ചെയ്യാൻ പറ്റും. അതിലേക്കാണ് ഞാൻ വരുന്നത്. സോ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവിടെ വരുന്ന വിഷയം, മക്കളോട് എപ്പോഴും അവരുടെ ഉള്ളിൽ ചോദ്യങ്ങളുണ്ടാവുക. WH ക്വസ്റ്റ്യൻസ് ആണ് അവരുടെ ഉണ്ടാവുക. അത് നൈസർഗികമായിട്ട് അതാണ് അവരുടെ ബുദ്ധിയുടെ നേച്ചർ. നമ്മളെയൊക്കെ അത് തന്നെയാണ്. അതുകൊണ്ട് അത് അവരെ ചോദിക്കുകയും അവരെ ചോദിപ്പിക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും അതിന് ഉത്തരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെ ആയിരിക്കണം. അതല്ലാതെ കൽപ്പിച്ചിട്ടും വിലക്കിയിട്ടുമല്ല. കുട്ടി കൽപ്പിച്ചിട്ടും വിലക്കിയിട്ടുമല്ല. അവർക്ക് അവരുടെ ജിജ്ഞാസയെ, അവരുടെ ക്യൂരിയോസിറ്റിക്ക് ആൻസർ കൊടുക്കുന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ടാണ് അവരോട് പാരൻറ്റിങ് നടത്തേണ്ടത്. മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഖലീൽ ഗിബ്രാൻ എന്ന് പറയുന്ന 18ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചുതരാം. അത് വളരെ ബ്യൂട്ടിഫുള്ളാണ് സാധനം. അദ്ദേഹത്തിൻ്റെ കവിത എന്താ പറയുക, കുട്ടികളെക്കുറിച്ച് എഴുതിയതാണ്. അദ്ദേഹം ഒരു ഫലസ്തീനിയൻ അമേരിക്കൻ പോയറ്റാണ് 18ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നത്. ഖലീൽ ഗിബ്രാൻ, ഓൺ ചൈൽഡ്, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. അദ്ദേഹം പറയാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങളെ മക്കളല്ല. അതെന്ത് വർത്താനപ്പോൾ നിങ്ങൾ പറയുന്നത്? നിങ്ങളെ മക്കൾ നിങ്ങളെ മക്കളല്ല. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. പിന്നെന്താ? ദേ ആർ ദ സൺ ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈഫ് ലോങ്ങിങ് ഫോർ ഇറ്റ് സെൽഫ്. അവർ ഭൂമിയിൽ മനുഷ്യൻ നിലനിൽക്കണമെന്ന മാനവരാശി നിലനിൽക്കുവാനുള്ള മാനവരാശിയുടെ മക്കളാണ് ആൺകുട്ടികളും പെൺകുട്ടികളും. നമ്മളെ മക്കളല്ല. ദേ കെയിം ത്രൂ യു. അവർ നിന്നിലൂടെയാണ് വന്നത്, ബട്ട് നോട്ട് ഫ്രം യു. അവർ നമ്മളിലൂടെ വന്നതാ, പക്ഷെ നമ്മളിൽ നിന്നല്ല. നമ്മളിലൂടെ വന്നതാ, പക്ഷെ നമ്മളിൽ നിന്നല്ല. കാരണം എന്താ? റൂഹിൻ അല്ല എന്നാ സൃഷ്ടിച്ചത്? ആദമിനെയും ആദമിൻ്റെ സന്താനങ്ങളുടെ മുഴുവൻ എണ്ണത്തിൻ്റെയും റൂഹിന് ഒരു ദിവസം അല്ല സൃഷ്ടിച്ചത്. ഒറ്റ ദിവസം അല്ല സൃഷ്ടിച്ചത്. എല്ലാത്തിനും ഒരുമിച്ച് വിളിച്ചു കൂട്ടി. ആദം നബി ഉണ്ടായിരുന്നു, നമ്മളുണ്ടായിരുന്നു, നമ്മുടെ 5-8 വല്യാപ്പി ഉണ്ടായിരുന്നു, ഒരു 5-8 മക്കളുണ്ട്, തലമുറയിലെ മക്കളുണ്ട്. ഈ ലോകത്ത് ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ഇതിലെ കൊണ്ട് പോയിട്ട് ഏറ്റവും അവസാനത്തെ ഒരു മകൻ ഉണ്ടാവുമല്ലോ, അവൻ്റെ റൂഹിനെയും ആദം നബിൻ്റെ റൂഹിനെയും എൻ്റെ റൂഹിനെയും ഒരു ദിവസമാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ഒരുമിച്ച് വിളിച്ച് ചോദിച്ചിട്ട് എന്ത് ചെയ്തു? അലസ്തു റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? കാലൂബല ഷഹീദന. നമ്മളതേന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോ. അതുകൊണ്ട് അവർ നമ്മളിൽ നിന്നല്ല, നമ്മളിലൂടെയാണ് അവർ. ദേ കെയിം ത്രൂ യു. നമ്മളിലൂടെ അവർ പുറത്തു വന്നു. ആൻഡ് ആൾദോ ദേ ആർ വിത്ത് യു, ദേ ഡോണ്ട് ബിലോങ് ടു യു. അവർ നമ്മളൊപ്പമാണെങ്കിലും നമ്മൾക്ക് ഉടമപ്പെട്ടതല്ല അവർ.
ഇവിടേക്കാണ് നമുക്കിതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അവർക്ക് നമുക്ക് ഉടമപ്പെട്ടതല്ല, നമ്മുടെ കൂടെയാണ്. യു മേ ഗിവ് യുവർ ലവ് ടു ദം. നമുക്ക് അവരുടെ സ്നേഹം കൊടുക്കാം, ബട്ട് നോട്ട് യുവർ തോട്ട്സ്. നമ്മളെ ചിന്ത അവർക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മളെ ചിന്തയല്ല അവർക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ സ്നേഹം അവർക്ക് കൊടുക്കാം, പക്ഷേ നമ്മുടെ ചിന്ത കൊടുക്കാൻ പറ്റില്ല. കാരണം ദേ ഹാവ് ദെയർ ഓൺ തോട്ട്സ്. അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. യു മേ ഹൗസ് ദെയർ ബോഡീസ്. അവരുടെ ശരീരത്തിന് നിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാം, ബട്ട് നോട്ട് ഫോർ ദെയർ സോൾ. അവരുടെ ആത്മാവിനെ നിങ്ങളെ കൊണ്ട് സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല. കാരണം ദെയർ സോൾ ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ടുമോറോ. നാളെയുടെ വീടുകളിലാണ് അവരുടെ ആത്മാവ് താമസിക്കുന്നത്. നമ്മുടെ ആത്മാവ് ഇന്നലെടുത്ത വീടിലും വിച്ച് യു ക്യാനോട്ട് വിസിറ്റ്. അവരുടെ നാളെയുടെ വീട്ടിൽ നമുക്ക് സന്ദർശിക്കാൻ കഴിയില്ല. നോട്ട് ഇൻ ദ ഡ്രീംസ്. അതുകൊണ്ട് ഇന്ന് ഞാൻ കഴിഞ്ഞ ഒരു 50 വർഷം, ഇനിയൊരു 20, 25, 30 വർഷമൊക്കെ വായിച്ചു നൽകിയാൽ കഴിഞ്ഞ ഒരു 55 വർഷവും ഇനി വരുന്നൊരു 10, 20, 30 വർഷവും കൂടി ജീവിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അന്ന് എന്നെ വിട്ടത്. പക്ഷെ എൻ്റെ മക്കളെ കഴിഞ്ഞൊരു 10-20 വർഷവും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇൻഷാല്ലാഹ് 10-60 വർഷവും ജീവിക്കാനുള്ള മൈൻഡ് സെറ്റിലാണ് ഈ മക്കൾ വന്നത്. അതുകൊണ്ട് എൻ്റെ തോട്ട്സ് അവർക്ക് കൊടുത്താൽ പറ്റുമോ? പറ്റൂല. എൻ്റെ തോട്ട്സിന് ഞാൻ അവരുടെ ഒപ്പം സഞ്ചരിപ്പിച്ചാലോ അത് നടക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് പോയി പഠിച്ചാൽ അതാണ് ഈസി. നേരെ മറിച്ച് ഞാൻ പഠിച്ചെടുത്ത് അവരെ കണ്ട് കൊണ്ടുവരാൻ കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനറേഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യൽ മക്കളല്ല, പാരൻസാണ് ഫില്ല് ചെയ്യൽ. അമ്മയമ്മയും അമ്മോശാക്കനും മരുമക്കളും തമ്മിൽ, ഇപ്പോൾ മരുമോളും അമ്മയമ്മയും അമ്മോശനും തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, ഈ മരുമോളെ പിടിച്ച് മറ്റേ ജനറേഷനെ അങ്ങോട്ട് ഒപ്പിച്ചു കൊടുക്കല. നോ, ദാറ്റ്സ് റോങ്. അബ്സല്യൂട്ട് ഡിസ്ട്രിബ്യൂട്ടിറ്റി ഫോട്ടോത്തരാത്. ഈ അമ്മയപ്പനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരും. അതവരെ കൊണ്ടുവരണം. അതവരനുകൂല. അതെന്ത് ചെയ്ത് അവരെ വാപ്പാരന്മാരുടെ പാരമ്പര്യമൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും. ദാറ്റ്സ് റോങ്, തെറ്റാത്. സോ നമ്മളെ മക്കൾ നാളെയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് നമുക്ക് സന്ദർശിക്കാൻ കഴിയില്ല, ചിന്തയിൽ പോലും കൊണ്ടുവരാൻ കഴിയില്ല. യു മസ്റ്റ് ട്രൈ ടു ബി ലൈക്ക് ദം. നമ്മൾ അവരെ പോലെ ആകാൻ നമുക്ക് ശ്രമിക്കാം. നമ്മളെപ്പോലെ അവരെ ആക്കാൻ കഴിയില്ല. നമ്മളെപ്പോലെ ആക്കാൻ അവരാക്കാൻ കഴിയില്ല. നമുക്ക് അവരെ പോലെ ആകാം. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് യഥാർത്ഥ മതം ശരിക്കും ഈസിയായിട്ട് നടപ്പാക്കാൻ പറ്റും. ഇതാണ് അൾട്ടിമേറ്റ്ലി പോണതൊക്കെ മതക്കാം, പ്രത്യേകിച്ച് മാപ്പിളർക്ക്. പിന്നെ അൾട്ടിമേറ്റ്ലി പോകുന്നത് മതത്തിലേക്കാണ്. അതുകൊണ്ട് ബിക്കോസ് അതെന്തുകൊണ്ടാണ്? ലൈഫ് ഗോസ് നോട്ട് ബാക്ക്വേർഡ്. ജീവിതം ബാക്ക്വേർഡല്ല പോകുന്നത്, ജീവിതം മുന്നോട്ടാണ്. ജീവിതം പ്രപഞ്ചം സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുക, സമൂഹം വികസിച്ചുകൊണ്ടിരിക്കുക, അറിവ് വികസിച്ചുകൊണ്ടിരിക്കുക, മനുഷ്യന്മാരുടെ സംസ്കാരങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇടകലർന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്ന ജീവിതമാണ്. അതുപോലെ ആ മുന്നോട്ട് പോകുന്നതിനൊപ്പം നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇസ്ലാമികം നടപ്പാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടപ്പാക്കാൻ പറ്റും. കുറഞ്ഞ പോലെ മനസ്സിലായില്ലേ? അതുപോലെ യു ആർ ദ ബോസ്. നമ്മൾ ഈ അമ്പും വില്ലുണ്ടല്ലോ, നമ്മളാണ് ഇതിൻ്റെ വില്ല്, മറ്റേതാണ് അമ്പ്. നമ്മളെ മക്കൾ അമ്പാണ്. ആ അമ്പ് എവിടുന്ന പോകുന്നത്? നമ്മളെ വില്ലിനെ വളച്ച് വിടുകയാണ്. ആ അപ്പോൾ വില്ലിലുണ്ടാകുന്ന വളവുകളും അതിൻ്റെ ക്രമക്കേടുകൾ അമ്പിൽ പ്രതിഫലിക്കും. കാരണം അങ്ങനെ ഈ അമ്പിനെ വളച്ച് വിടുന്നതിൻ്റെ ഈ വില്ലാളി വീരൻ, ദാറ്റ് മീൻസ് അള്ളാഹ്, ഇതിൻ്റെ ഈ നമ്മളെ പിടിച്ച് വളക്കുന്നതിന് മക്കളെ വിടുന്ന ഈ വില്ലാളി വീരൻ അമ്പിലും സന്തോഷം കണ്ടെത്തുന്നു, ഈ വളഞ്ഞു കൊടുക്കുന്ന വില്ലിലും സന്തോഷം കണ്ടെത്തുന്നു. ഈ അമ്പ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ആ വില്ലാളി വീരന് തൃപ്തി അടയുന്നു, ദാറ്റ് മീൻസ് സന്തോഷമാകുന്നു എന്നാണ് ഖലീൽ ഗിബ്രാൻ്റെ. സോ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പാരൻറ്റിങ് നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് പാരൻറ്റിങ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഹെൽത്തിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനെ ഞാൻ കുറച്ചും കൂടി ഫാസ്റ്റാക്കാൻ തന്നെ തീരുള്ളൂ. 11 മണിയാകുമ്പോഴേക്കും ഇവിടെ ഒരു ഘടകം മനസ്സിലാക്കേണ്ടത്, എമോഷണൽ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന, നമ്മൾ ആരെ സ്നേഹിക്കുന്നു, അനുസരിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ആരിൽ നിന്ന് പഠിക്കുന്നു, അവരുടെ ഉണ്ടാകുന്ന കുറേ എമോഷൻസ് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആയി വരും. അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി 100% ഹെൽത്തിയാക്കി മാറ്റണം. എന്നാലും മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ എമോഷണൽ ട്രാൻസ്ഫറൻസ് പോലെയാണ് പിശാചുബാധ സംഭവിക്കുന്നത്, സിഹിർ ഏൽക്കുന്നത്. അപ്പോൾ സിഹിർ ഏൽക്കാതിരിക്കാനും പിശാചുബാധ ഏൽക്കാതിരിക്കാനും മറ്റൊരാളുടെ അൺഹെൽത്തി പേഴ്സണാലിറ്റി നമ്മളിലേക്ക് ഏൽക്കാതിരിക്കാൻ ഒരൊറ്റ ഫോർമുലയാണ് പേഴ്സണാലിറ്റി ശരിയാക്കി എടുക്കുക. വ്യക്തിത്വം ശരിയാക്കിയാൽ അവൻ്റെ ഭക്തി കൊണ്ട് അവന് ശക്തി കിട്ടും. വ്യക്തിത്വം വീക്കാണെങ്കിൽ ഭക്തി കൊണ്ട് ശക്തി കിട്ടൂല. അപ്പോൾ ഈ വ്യക്തിത്വം ശരിയാക്കി എടുത്തെങ്കിൽ മാത്രമേ ഈ എമോഷണൽ ട്രാൻസ്ഫറൻസ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ നമ്മളിലേക്ക് വരുന്നത് അത് നമ്മളിലേക്ക് സ്റ്റോപ്പ് ചെയ്യണം. നമ്മളെ നമുക്ക് റീപാരൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
മനസ്സിലായില്ലേ? ആ എമോഷണൽ ട്രാൻസ്ഫറൻസ് അത് ഇതിൽ നിന്ന് വരുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു വഴക്കടിക്കുന്ന വീടാണെങ്കിൽ ആ വഴക്കടിക്കുന്ന വീട്ടിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ കാണും. സ്വഭാവ പെരുമാറ്റത്തിലുണ്ടാകും, അതുപോലെ ശാരീരികത്തിലുണ്ടാകും, റിലേഷൻഷിപ്പിലുണ്ടാകും. ഇപ്പം ഞാൻ ഒരു അപസ്മാരത്തിൻ്റെ കേസ് സോൾവ് ചെയ്ത് പറഞ്ഞുതരാം. അപസ്മാരത്തിൻ്റെ നേച്ചർ വീഡിയോ കണ്ടു ഞാൻ അപ്പം പറഞ്ഞു, ഇത് ഈ വീട്ടിൽ കുടുംബ വഴക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവില്ല. അറബി മാസം 14, 15, അതുപോലെ 29, 30 ഈ ഡേറ്റിൽ മാത്രം അപസ്മാരം ഇളകും. ഒരു 10-30 വയസ്സുള്ള ചെക്കന്, കല്യാണം കഴിച്ച ചെക്കന. ഞാൻ പറഞ്ഞു, അവരറിയേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. നോ, ഡെഫിനറ്റ്ലി കുടുംബ വഴക്ക് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്, അതല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവില്ല. പഠിച്ചു, നോക്കി കിട്ടി. ഈ കുട്ടി എല്ലാവരായിട്ടും കുടുംബ വഴക്കില്ല. അവനും ഉമ്മയും തമ്മിൽ പ്രശ്നമുണ്ട്, അവൻ്റെ ഉമ്മയും അവൻ്റെ വൈഫും തമ്മിൽ പ്രശ്നമുണ്ട്, അവൻ്റെ വൈഫും അവൻ്റെ പെങ്ങളും പ്രശ്നമുണ്ട്, അവനും പെങ്ങളും തമ്മിൽ പ്രശ്നമുണ്ട്. ഈ കുടുംബ വഴക്കുകൾ ഞാൻ എല്ലാത്തിനും ഇരുത്തിക്കൊണ്ട് ഓൺലൈനിൽ വെച്ചിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, അവൻ്റെ അവസ്മാരം നിന്നത്. മറ്റൊരു കുട്ടി ബുദ്ധി പോയിട്ട് പിന്നെ ഇളകലും കൂവലും വിളിക്കലും ഞാൻ കാളിയാണ്, രാമായണം ചൊല്ലും, മാധവമാണ്, ഏർവാടി പോകണമെന്നൊക്കെ പറഞ്ഞ് അവൾ സ്വന്തം കൈയൊക്കെ മുറിക്കുന്ന കുട്ടിയാണ്. ബോധം പോയിട്ട് കൈയൊക്കെ മുറിക്കും. അങ്ങനെ ഒരു കുട്ടിയല്ല, 3-4 കുട്ടികൾ പിന്നെ മാറി മാറി ഇളകുന്ന വീടാണ്. അതെല്ലാം ഞാൻ പഠിച്ചെടുത്തു. യെസ്, ഫാമിലി ഫൈറ്റ് ഈസ് ഹിയർ. ഡിസ്ഫങ്ഷൻ ഫാമിലി ഉണ്ട്. അത് അവരെ ഇരുത്തിയിട്ട് കൗൺസിൽ ചെയ്ത് ശരിയാക്കിയെടുത്തപ്പോൾ കുട്ടികളുടെ അസുഖം നിന്നു. സോ എമോഷണൽ ട്രാൻസ്ഫറൻസിൻ്റെ പവറാണ് ഞാൻ പറഞ്ഞത്. എമോഷണൽ ട്രാൻസ്ഫറൻസ് അത് നമുക്ക് വന്ന് ഒരു ഭയങ്കര ലെവലിലേക്ക് എത്തിപ്പോകും. ഇതിനപ്പുറത്തേക്ക് ഇത് മനസ്സിലാക്കേണ്ടത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഏറ്റെടുത്ത ഫസ്റ്റ്. എന്തിനറിയോ, നമുക്ക് കിട്ടിയ നെഗറ്റീവ് പാരൻറ്റിങ് അതിൻ്റെ ഉത്തരവാദി ആരാ? നമ്മുടെ മാതാപിതാക്കളാണല്ലോ. ആണ്. ഈ മാതാപിതാക്കളാണ് എന്ന് നമ്മൾ എത്ര കാലം ഇനി പറയുന്നു അത്രത്തോളം കാലം നമുക്കത് ഈ ഉത്തരവാദിത്വം നമ്മൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളും എന്നെ പഠിപ്പിച്ച വലിയമാരും അതേ വല്യമ്മയും വല്യപ്പിയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഐ റിലീസ് ദം, ഞാൻ അവരെ ഒഴിവാക്കുകയാണ്. ഐ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അപ്പം മറ്റുള്ളവരുടെ ഫോൾട്ടിന് നമ്മളെങ്ങനെയാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നൊരു ചോദ്യം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ തിരിച്ചു വയ്ക്കും. മയ്യത്ത് സ്കരിക്കുന്ന സമയത്ത് മയ്യത്തിൻ്റെ മക്കൾ, അനിയന്മാരും ഏട്ടന്മാരും പിന്നെ അല്ലെങ്കിൽ മക്കളൊക്കെ വിളിച്ച് പറയും. പിന്നെ അവർക്ക് വേണ്ടി ഇമാമ വിളിച്ച് പറയും, എന്ത്, ഈ മയ്യത്തിന് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ ഇദ്ദേഹത്തിന് തരാറുണ്ടെങ്കിൽ, എന്തെങ്കിലും കടം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അനിയനോടുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് അവരുമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ നമ്മുടെ വാപ്പാൻ്റെ കടം, വാപ്പ എന്തിനു വാങ്ങിയ പൈസയാണ്, അത് ആരിന്ന് വാങ്ങി, എത്ര വാങ്ങി, എവിടെ ചിലവഴിക്കുന്നത് നമുക്കറിയില്ലല്ലോ, അറിയില്ല. പക്ഷെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നതുപോലെ അൺഹെൽത്തി പാരൻറ്റിങ് നമുക്ക് കിട്ടി. നമ്മളെ പാരൻസ് തന്നു, മൊല്ലാക്കന്മാർ തന്നു, വല്യമ്മയും അമ്മാവനും എളാപ്പിയും അമ്മായിയും ഒക്കെ തന്നു. അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തേക്ക്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് പാസ്റ്റിൻ്റെ ഉത്തരവാദിത്തം. ഫ്യൂച്ചറിനും പ്രസൻറ്റിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ഏത് പോലീസുകാരനും ചെയ്യാൻ പറ്റുന്ന സെസിലി ടാസ്ക്. പക്ഷേ കഴിഞ്ഞ കാലത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് സംതിങ് സീരിയസ്. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ എത്രത്തോളം എനിക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റും, അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് എൻ്റെ ലൈഫ് കോച്ചിങ് ഞാൻ പഠിപ്പിക്കാറുള്ളത്. അത്രത്തോളം ഉയരത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റും. മാത്രമല്ല എൻ്റെ പേഴ്സണാലിറ്റി ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആക്കിയാൽ അത് വേറെ എന്നാ. അതെന്താണെന്നറിയോ, ഒരു ക്രിപ്റ്റോസുവോളജിസ്റ്റ്, മൃഗങ്ങളെ മെരുക്കുന്ന ഒരു വിജ്ഞാന ശാഖയുണ്ട്, ക്രിപ്റ്റോസുവോളജി. പുലി, സിംഹം, കടുവ, ആന, ഇതുപോലുള്ള വയലൻ്റ് ആയിട്ടുള്ള വന്യമൃഗങ്ങളെ അവരൊക്കെ മെരുക്കുന്ന ആളുകളുണ്ട്. ഈ പിക്ചറിൽ കാണിക്കുന്ന അദ്ദേഹമൊക്കെ എത്രയോ മില്യൺസ്, 41 മില്യനൊക്കെയാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ക്രിപ്റ്റോസുവോളജിസ്റ്റാണ്. ആ മനുഷ്യൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും? അവൻ്റെ മതമല്ല ഞാൻ പറയുന്നത്, ഏത് മതമാണെങ്കിലും അവൻ്റെ പേഴ്സണാലിറ്റി എന്തായിരിക്കും അറിയോ? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഷമം, ദുഃഖം, സങ്കടം, അസൂയ, പക, കുശുമ്പ്, വാശി, ദേഷ്യം, വെറുപ്പ് തോന്നുന്നുണ്ടാവില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ മൃഗങ്ങളെ മെരുക്കാനും കഴിയില്ല, ഇതൊന്നും ഉണ്ടാവില്ല. അതേ ക്വാളിഫിക്കേഷനാണ് ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർക്ക് വേണ്ടത്. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി, തോമസ് ഫ്രാൻസിസ് യൂണിവേഴ്സിറ്റിയിൽ ഒറ്റ സിലബസിനാണ്. അവർ ലൈഫ് കോച്ചിൻ്റെ സിലബസും ഉണ്ട്, ക്രിപ്റ്റോസുവോളജിസ്റ്റിൻ്റെ സിലബസും ഉണ്ട്, പാരാസൈക്കോളജിസ്റ്റിൻ്റെ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ. ഇതിലെ വ്യക്തിത്വം എല്ലാത്തിൻ്റെ ഒന്നാണ്. അതുകൊണ്ട് വ്യക്തിത്വമാണ് ആദ്യം അവിടെ പഠിപ്പിക്കുക. നമ്മുടെ വ്യക്തിത്വം പോസിറ്റീവ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഹോണ്ടിങ് അല്ലെങ്കിൽ ശൈത്താൻ ബാധയും പിശാച് ബാധയും സിഗറൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യാനും അത്തരം കേന്ദ്രത്തിൽ പോകാനും അതിനെ ഹെഡ് ചെയ്യാനും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാതെ തൈഫുകൾ ഒരു കേസും വലിപ്പേറിയിട്ട് നമ്മൾ നിന്നിട്ടില്ല. ചിലതിൻ്റെ കാരണം കണ്ടുപിടിക്കാതെ നിന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ചില അസുഖത്തിൻ്റെ. പക്ഷേ ഒരു ശൈത്താനീശ്വരനും വലിപ്പേറിയിട്ടില്ല, അൽഹംദുലില്ലാഹ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല.
എസ്പെഷ്യലി നമ്മൾ ഈ പാരാസൈക്കോളജി കഴിഞ്ഞ ശേഷം. അപ്പോൾ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ ക്രിപ്റ്റോസോളജിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും ഒരു ഹെൽത്തി പാരൻറ്റിൻ്റെ ക്വാളിഫിക്കേഷനും ഒരു ലൈഫ് കോച്ചിൻ്റെ ക്വാളിഫിക്കേഷനും അതെല്ലാം ഹെൽത്തി ആയിരിക്കണം. അതിൻ്റെ ബേസ് എന്താണ്? അത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ നൂറാണ്. ആ വ്യക്തിത്വത്തെ നൂറാണ് അവൻ്റെ ജീവിതത്തിൽ തുറക്കുന്നത്. അവൻ്റെ സാമ്പത്തികം, അവൻ്റെ ബന്ധവും, അവൻ്റെ സ്പിരിച്വൽ ബ്ലോക്കും, അവൻ്റെ പേഴ്സണാലിറ്റിയും എല്ലാം ശരിയാക്കുന്നത്. ഈവൻ അവൻ്റെ ശരീരത്തിൻ്റെ അസുഖങ്ങളെപ്പോലും ശിഫയാക്കുന്നത് അവൻ്റെ നൂറാണ്, വ്യക്തിത്വത്തിൻ്റെ നൂറാണ്. വ്യക്തിയുടെ ശക്തിയാണ് ഭക്തിയുടെ ശക്തി. സോ എങ്ങനെ നമ്മളെ റീപാരൻ്റ് ചെയ്യുക? അപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ വശമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മളെ റീപാരൻ്റ് ചെയ്യുക. നമ്മൾ റീപാരൻ്റ് ചെയ്തതിൻ്റെ ബേസ് എങ്ങനെ അറിയോ? നമ്മുടെ താഴെയുള്ള വയസ്സുകൊണ്ട് നമ്മളെ താഴെ ആരുമായിട്ട് ഇടപഴകുമ്പോഴും നമ്മൾ അവരുടെ മൈൻഡിലേക്ക് നമ്മളെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യാം. നമ്മളെ മക്കൾ ഇപ്പോൾ ഇവിടെ 3 വയസ്സുള്ള കുട്ടി ഉണ്ടെങ്കിൽ ആ 3 വയസ്സുള്ള കുട്ടി എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ 3 വയസ്സുള്ള കുട്ടിയുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് സംസാരിക്കുക. അങ്ങനെ ഞാൻ എൻ്റെ 3 വയസ്സായ ഇഫ്സർ റഹ്മാനെ പുറത്തേക്ക് എടുക്കുക. ഞാൻ 10 വയസ്സുള്ളൊരു മകനാണ് എനിക്ക് സംസാരിക്കുന്നത്, അവനോട് എൻ്റെ 10 വയസ്സുകാരനെ സംസാരിക്കുക. എൻ്റെ ഏത് വയസ്സും ഇത് എൻ്റെ 54 വയസ്സായിരിക്കും. ഈ 54 താഴെയുള്ള ആരോടും എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്ക് ആരോടും ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ മേലുണ്ടെങ്കിൽ അതാണ് എൻ്റെ പക്വത. ഞാനിപ്പോൾ ഒരു 80-85 വയസ്സുള്ള ഒരാളോട് സംസാരിക്കുകയാണ് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വീട്ടിൽ പോയി, ഇവിടെ ഒരു ബാംഗ്ലൂർ ഒരു മുസ്ലിം വീട്ടിൽ. ആ വീട്ടിൽ ചെന്നിട്ട് ആ ഉമ്മ, എനിക്ക് 3 മക്കളാണ്, അല്ല എനിക്ക് 4 നീ എൻ്റെ 4ാമത്തെ മോനാട്ടോ, നീ എൻ്റെ 4ാമത്തെ മോനാട്ടോ എന്നും പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് 85 വയസ്സിലൊരു ഉമ്മയാണ്. ആ ഉമ്മ 2 ദിവസം ഒരു ദിവസം ആ ദിവസം തന്നെ ഒറ്റ ദിവസം കൂടെ അത്രയും വലിയ ബന്ധമായി. എന്തുകൊണ്ടാണ്? കാരണം ആ ഉമ്മയുടെ മൈൻഡിൻ്റെ അവസ്ഥയിലേക്ക്, പക്വതയിലേക്ക് ഞാൻ എന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ബിഹേവ് ചെയ്തു. ബിഹേവ് ചെയ്തപ്പം ആ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് ഇതിൻ്റെ പിന്നിലുണ്ടാകുന്നത്. നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ആ ഒരു ഹയർ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ. അതാണ് പക്വത. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതാണ് പക്വത ശരിക്കും. മനസ്സിലല്ലേ? അപ്പോൾ നമ്മൾ അങ്ങോട്ട് നമ്മൾ ഉയരങ്ങളിലേക്ക് നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പക്വത കാണിക്കുന്നത്. ചെറിയതിലേക്കോ ഇതാണ് റസൂലിൻ്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ കൂടെ കളിച്ച സമയത്ത് ആനയായി മുട്ടുകുത്തി കൊടുത്ത് റസൂലിൻ്റെ ശരീരത്തിൽ കുട്ടികളെ പുറത്ത് കയറിയിരുന്നില്ലേ? ആ സമയത്ത് റസൂല് വഹിയുള്ള റസൂലല്ല, വാസ്തവത്തിൽ അവിടെ എൻജോയ് ചെയ്തത് ആ ചെറിയ കുട്ടിയായിരുന്ന റസൂലാണ്. ആയിഷ 19 വയസ്സ് 20 വയസ്സുള്ള സമയത്ത് ആയിഷ റളിയല്ലാഹു കൂടെ ഓട്ട മത്സരം നടത്തുന്ന സമയത്ത് അവിടെ ഓടിയത് വയസ്സുള്ള റസൂലല്ല, റസൂലിൻ്റെ കുട്ടിയാണ് അവിടെ ഓടിയത്. ദാറ്റ് മീൻസ് ആ കുട്ടി റസൂലാണ് ഓടിയത്. എന്നതുപോലെ ഏത് കുട്ടികൾ, നമ്മളെ മക്കളാവട്ടെ അല്ലാത്തവട്ടെ, നമ്മളെ സിസ്റ്റേഴ്സിൻ്റെ ആരൊക്കെ എവിടെ ആയിക്കോട്ടെ, നമുക്ക് ഇടപഴകുവാൻ ചാൻസ് കിട്ടിയോ ആ കുട്ടിയുടെ ഫീലിങ്സ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഇടപെടലാണ് പാരൻറ്റിങ്. അപ്പോൾ കളിയിലും ചിരിയിലും ഭക്ഷണത്തിലും പുറത്തും അകത്തും ഒക്കെ. ഇതിൽ കണ്ടില്ല ഒരു വയസ്സിൽ ഒരാൾ കുട്ടികളുടെ കൂടെ കണ്ണുമ്പി തൊട്ട് കളിക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള കുട്ടികൾ എൻ്റെ വീട്ടിൽ അങ്ങനെ വരുന്ന സമയത്ത് ആ കുട്ടികൾ നല്ല എൻജോയ് ചെയ്യും. നമ്മളെ കുട്ടികളെ കൂടെ കളിച്ചാൽ എൻ്റെ ഇപ്പം കക്കണ്ടി വരും, പ്ലീസ് ഞങ്ങളെ കൂടെ കളിക്കുക, പ്ലീസ് ഞങ്ങളെ കൂടെ കളിക്കാൻ വരും. നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട്, കാരണം നമ്മൾ അവരുടെ കൂടെ കളിച്ചാൽ അവർക്ക് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. നമ്മൾ അവരുടെ കൂടെ കളിച്ചാൽ ഭയങ്കര എൻജോയ്മെൻറ്റാണ്, നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുട്ടികളുടെ കൂടെ അവരുടെ ആ എന്തൊരു എമോഷൻസാണോ ആ എമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ ഞാൻ എൻ്റെ ഉള്ളിൽ പുറത്തെടുക്കലാണ് റീപാരൻറ്റിങ്. അങ്ങനെ ഞാനത് ഡെവലപ്പ് ചെയ്തെടുക്കലാണ് റീപാരൻറ്റിങ്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നറിയോ? നമുക്ക് അതേ പ്രായത്തിൽ ആ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ അതേ മൈൻഡിൽ അന്നത്തെ മെമ്മറി പുറത്തേക്ക് വരികയും അന്നത്തെ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റി പുറത്തു പോകും, അന്നത്തെ പോസിറ്റിവിറ്റി വരും. ഞാൻ ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. എനിക്ക് പലപ്പോഴും ഞാൻ അനുഭവപ്പെട്ട നമ്മൾ പഴയ മുമ്പുണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ട് അവരൊന്ന് ഫോൺ ചെയ്യുകയും മറ്റൊക്കെ ചെയ്ത് തന്നെ അന്നുണ്ടായിരുന്ന ആ ഒരു മൂഡ് പെട്ടെന്ന് വരും. വന്നിട്ട് ഇപ്പോൾ അന്നൊക്കെ നമ്മൾ പാടിയിരുന്ന പാട്ടൊക്കെ വരും, വയലിൽ വരും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പ്രാക്ടിക്കൽ നടന്നൊരു എക്സാമ്പിൾ. ഏകദേശം ഒരു 10 വർഷത്തോളം എൻ്റെ കസിൻ ഉണ്ട്. ആ കസിൻ റിയാദിലാണ്, ഞാൻ ജിദ്ദയിലായിരുന്നു.
അങ്ങനെ അവനായിട്ട് ഞാൻ പിന്നെ വല്ലപ്പോഴേക്കും എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്ത് നല്ലോണം കുറേ നേരം സംസാരിച്ചു, അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ആ ഫോണിൽ വെച്ച ഉടനെ എൻ്റെ വായിലൊരു പാട്ട് വന്നു. ഇന്ദ്രനീലിമയോലും എന്നാണ് പാട്ട്. ഞാൻ ചൊല്ലി, അല്ല ഈ പാട്ട് ഞാൻ എത്രയോ വർഷം മുമ്പ് ചൊല്ലിയതാണല്ലോ, ഈ പാട്ട് ഇപ്പം എന്തുകൊണ്ട് എൻ്റെ വായിൽ വന്നത്, എന്തുകൊണ്ടിപ്പോൾ ഈ പാട്ടിൻ്റെ വായിലിപ്പോൾ വന്നത്? എനിക്ക് ആഗ്രഹം. ഞാൻ വിചാരിച്ചു, ദിസ് ഇസ് ദ റീസൺ. ഞാനും അവനും കൂടിയൊക്കെ ഞങ്ങൾ പിന്നെ ഒരുമിച്ച് പിന്നെ നടക്കുന്ന സമയത്ത് ജിമ്മും കരാട്ടയും കുഫും സിനിമക്കും ഓരോക്കെ ചെയ്ത സമയത്ത് എന്തായിരുന്നു അന്ന് നമ്മൾ പാടിയിരുന്ന പാട്ടാണിത്. അതുകൊണ്ടാണിത് നമുക്ക് ഇപ്പം ഇത് പിന്നെ വായിൽ വന്നത് ഇതിന് മനസ്സിലായി. ഇവിടെ ഞാനും എൻ്റെ വൈഫും കൂടി ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് അറിയാതെ പഴയ പാട്ട്, പിന്നെ അനിയത്തി പ്രാവ് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു അന്ന്, അതിനകത്തെ പാട്ട് അന്ന് നമ്മളെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ആ പാട്ട് വായിലിന് വന്ന്. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ആ പാട്ട് ഇപ്പം ഞാൻ മനഃപൂർവ്വം കൊണ്ടുവന്നതല്ല, ആ പാട്ട് എന്തുകൊണ്ട് വരുന്നത്, കാരണം അന്നത്തെ ഒരു മൈൻഡിൽ വരികയാണ്. അപ്പോൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ഈ ജീവിക്കുന്ന നമ്മൾ നിത്യേന ഇപ്പോൾ ജീവിക്കുന്നതിൽ നമ്മൾക്ക് താഴെയുള്ള ആരുമായിട്ട് ഇടപഴകുമ്പോഴും അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണോ അതേ മൈൻഡിലേക്ക് അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഒരു മൂഡ്, അതുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ ഓർമ്മ പുറത്തേക്ക് വരികയും അന്നത്തെ സന്തോഷം നമ്മൾ ആസ്വദിക്കുകയും അന്നത്തെ ദുഃഖവും വിഷമവും സങ്കടവും എല്ലാം കൂടി നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രക്രിയയാണ്. ദിസ് ഇസ് റീപാരൻറ്റിങ്. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രക്രിയയാണ്. ഇതാണ് റീപാരൻറ്റിങ്. ഐഡിയ മനസ്സിലായെങ്കിൽ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കൂടെ അവരെ പഠിക്കുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് വായിക്കടി എനിക്ക് എത്ര തവണ പറഞ്ഞത് ഇങ്ങനെയല്ല. അപ്പോൾ ഈ രീതിയിൽ കുട്ടികളുടെ കൂടെ നമ്മൾ അങ്ങോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, വലിയവർക്ക് ഈ ജനറേഷൻ ഗ്യാപ്പ് പോകണമെങ്കിൽ മക്കളെ നമ്മുടെ കൂടെ കൊണ്ടുവരാൻ കഴിയൂല. നമ്മൾ വിചാരിക്കുന്നത് മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുറേ ദീനൊക്കെ പഠിപ്പിച്ച് വലിയ ഗൗരവമുള്ള ഒരാളാക്കി സംഭവമാക്കി മാറ്റണം. യു ആർ എ ഫൂൾ. ഐ എം ടെല്ലിങ് യു ആർ എ ഫൂൾ. മക്കളുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന മതവും മൂല്യവും പേഴ്സണാലിറ്റിയും മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. എമോഷണൽ ബോണ്ട് പോകില്ല. അവരുണ്ടാകുന്ന എമോഷൻസ് അവിടെ നിൽക്കും. ആ എമോഷൻസ് ബോണ്ട് പോകാതെ അങ്ങനെ വരുന്ന സമയത്ത് മക്കൾ കൈമോശം വന്ന് പോകില്ല. നിങ്ങളെ നിങ്ങൾ ഓഫീസും കോഴ്സും കോളേജും കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ടോ, അതോ വഴിയിൽ കുറച്ച് ചുറ്റിപ്പറ്റി ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചിട്ടാണ് വരുന്നത്? കുറച്ച് കളിച്ചിട്ടാണ് വരുന്നതെങ്കിൽ മനസ്സിലാക്കുക, ദേ ഫൈൻഡ് എൻജോയ്മെൻറ്റ് ദാൻ. നിങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എൻജോയ്മെൻറ്റ് അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്നു. അവർക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയത് അവർ കഴിക്കാതെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സോ ബിസ്ക്കറ്റോ കിട്ടി അത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ശ്രദ്ധിക്കുക. അവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് അകത്താണ് പ്രിഫറൻസ്. സന്തോഷം പുറത്ത് സന്തോഷത്തെക്കാൾ കൂടുതൽ അകത്ത് സന്തോഷം കൊടുത്തേ പറ്റൂ. ആ സന്തോഷം അത് ഈ സന്തോഷം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകണം. എന്ത് ചെയ്യുന്ന 3 സാധനം കൊടുക്കണം. അത് മക്കളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. 1 ഫ്രീഡം കൊടുത്താലേ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവുള്ളൂ. ഫ്രീഡം, പീസ് ഓഫ് മൈൻഡ് ആൻഡ് പിന്നെ അടുത്ത് എന്താണ്, പിന്നെ ഹാപ്പിനെസ്. ഈ 3 സാധനം എനിക്ക് കൊടുത്താലേ ഉണ്ടാകൂ. എനിക്ക് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്തും ഇപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പദവി ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു അറിവ് ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ അതുപോലെയല്ല ഇത്. ഫ്രീഡം, പീസ് ഓഫ് മൈൻഡ്, ഹാപ്പിനെസ്. അത് ഞാൻ കൊടുക്കുന്നോ അത്രത്തോളം എനിക്കുണ്ടാവും. എത്രത്തോളം ഞാൻ കൊടുക്കുന്നോ അത്രത്തോളം എനിക്കുണ്ടാവും. അതുകൊണ്ട് മക്കളുടെ കൂടെ നമ്മളെ മക്കളത് മാത്രമല്ല, നമുക്ക് താഴെയുള്ള ആരും അവരോട് നമ്മൾ ഇടപഴകുമ്പോൾ അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതേ ഏജിലുള്ള ഞാൻ പ്രവർത്തിച്ചാൽ മതി. അതേ ഏജിലുള്ള ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്കെൻ്റെ പഴയ ഹാപ്പിനെസ്, അതുകൊണ്ട് എനിക്കെൻ്റെ ലൈഫിൽ ഒന്നുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 54 വയസ്സിൽ ഏത് ടൈമിൻ്റെ ഹാപ്പിനെസ് വേണമെങ്കിൽ എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റും. അത് എൻ്റെ ലൈഫിൽ പ്രകടമാറുണ്ട്. എൻ്റെ ലൈഫിൽ വന്ന് പിന്നെ പലരും പറയും, ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല തമാശയും കളിയും പാട്ടൊക്കെ പറഞ്ഞിട്ട് തന്നെ പോവുക. അതിനെക്കുറിച്ച് പലരും പറയും. എൻ്റെ ഒരു എന്താ പറയുക കോ ബ്രദർ ഉണ്ട്, അദ്ദേഹം പറയും ഇസുവിൻ്റെ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല, ആകെ ഹാപ്പിയാണ്. യെസ്, അതുകൊണ്ട് ഇതിൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെയാണ്. തമാശയും കളിയും. ഇപ്പം ഉമ്മാൻ്റെ ചെന്നതിന് മകൻ നല്ലൊരു അടിപൊളി പാട്ടൊക്കെ പാടും. മകനൊരു പാട്ടൊക്കെ പാടിയിട്ടേ മനെ അപ്രോച്ച് ചെയ്യുള്ളൂ. നല്ലൊരു അടിപൊളി പാട്ടൊക്കെ പാടും.
പാട്ടണ പാടിയാൽ ഉമ്മാൻ്റെ ചിലപ്പോൾ ഉമ്മാനെ കൈ പിടിച്ചാൽ എടുക്കണം. ഉമ്മാനെ വെച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്യും. ഇങ്ങനെ ഉമ്മാനെ കൈ പിടിച്ചാലേ നടക്കുകയുള്ളൂ. അപ്പോൾ ഉമ്മാനെ കൈ പിടിക്കും, ഞാൻ കൈ എടുക്കും, എന്നിട്ട് ഉമ്മാനെ കഴിച്ച് ഞാൻ ഡാൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ, തമാശയും ഒരു ഹാപ്പിനെസ്സൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇവിടെ പുറത്തേക്ക് എടുക്കണം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, നമുക്ക് താഴെയുള്ള ഏതൊരു പ്രായക്കാരുമായിട്ട് ഇടപഴകുമ്പോഴും അത് അകത്തുനിന്നോ ആയിക്കോട്ടെ, പുറത്തുനിന്നോ, ഷോപ്പിൽ നിന്നോ, ബസ് സ്റ്റോപ്പിൽ നിന്നോ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ, ഓഫീസിൽ നിന്നോ, എവിടെ നിന്ന് ആയിക്കോട്ടെ, അവരുടെ ലെവലിൽ പോയിട്ട് നമ്മൾ അവരുടെ ലെവലിൽ അവരുടെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ ആ പ്രായത്തും കൊണ്ട് സംസാരിച്ചാൽ നമുക്ക്, ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഒരു +1 പഠിക്കുന്ന കുട്ടിയെ വിചാരിച്ചു. ആ +1 കുട്ടീനോട് പഠിക്കുന്ന സമയത്ത്, പിന്നെ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ +1 കുറിച്ച് പറഞ്ഞാൽ ആ കുട്ടിക്ക് അതൊരു രസകരമായി കേൾക്കും. എൻ്റെ +1 സമയത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ. അതുകൊണ്ട് ഞാനത് പറയുമ്പോൾ എന്തായി, ഞാൻ ഐ എം ടേക്കിംഗ് എൻ്റെ പഴയ ഫയലൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. അന്നുണ്ടായിരുന്ന നെഗറ്റിവിറ്റി ഒക്കെ പുറത്തേക്കും, അന്നുണ്ടായിരുന്ന പോസിറ്റിവിറ്റി ഐ എം എൻജോയിങ് ഇറ്റ് വൺസ് അഗൈൻ. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ലുക്ക് അറ്റ് മൈ ഡ്രസ് കോഡ്. ഞാൻ തോബ് ഇട്ടിരുന്ന മനുഷ്യനാണ്, പക്ഷെ ഞാൻ തോബും തൊപ്പിയും മറ്റേ അറബിക് ഡ്രസ്സ് ഇട്ടിരുന്ന മനുഷ്യനാണ്. ഇപ്പം ഞാനിതൊരു ടീഷർട്ട്, അതുപോലെ പാൻറ് അല്ലെങ്കിൽ ജീൻസ്, പിന്നെ ഈ തൊപ്പി. അതെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം ഒരു ഇഷ്ടമുള്ള സാധനമാണ്. മാത്രമല്ല ഐ ലൈക്ക് ഇറ്റ്, ഐ എൻജോയ് ഇറ്റ്. മാത്രമല്ല ഇതിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റും. മതമുള്ളവരോട് സംസാരിക്കുക, അല്ലാത്തവരോട് സംസാരിക്കുക, IAS സംസാരിക്കുക, ഏത് പ്രൊഫഷണൽസിനോട്. ഒരു ലൈഫ് കോച്ചിൻ്റെ ഒരു ലൈഫ് കോച്ചസിനൊക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്തായാലും ഒരു ലൈഫ് കോച്ചിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ നടനോടെങ്കിലും സംസാരിച്ച് എന്നോട് പറഞ്ഞു, പിന്നെ അപ്പം എൻ്റെ വേറൊരാൾ പരിചയപ്പെടുത്തി, പിന്നെ ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം നിങ്ങളെ താടിയും തൊപ്പി എന്താ എനിക്ക് മനസ്സിലായി എന്നാണ്. അങ്ങനെ എൻ്റെ നമ്പർ വാങ്ങിക്കൊടുത്ത് അദ്ദേഹം ഇന്നിപ്പോൾ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ലിങ്ക് കഴിച്ചു കൊടുത്തിരുന്നു. യെസ്, ഞാൻ പറയുന്നത് റീപാരൻറ്റിങ് യുവർ സെൽഫ് എന്ന് മീൻസ് നമുക്ക് വന്നിട്ടുണ്ടാകുന്ന അൺഹെൽത്തി പാരൻറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. ഫസ്റ്റ് അപ്പനെയും ഉമ്മാനെയും എല്ലാവരും ഫ്രീ ആക്കിയേക്കുക. യെസ്, ഇത് ഞാൻ ശരിയാക്കിക്കോളാം. ഒരാളും ഞാനിതിനെ കുറ്റം പറയുന്നില്ല, ഞാൻ ശരിയാക്കിക്കോളാം. രണ്ടാമത്തേത്, ഈ പാരൻറ്റിങ് ഇനി നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഇതിൻ്റെ ഇൻ്റലക്ച്വൽ തലം, അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ലൈഫ് കോച്ചിങ്ങിന് ചേർന്നു. പേഴ്സണാലിറ്റി റീഫ്രെയിമിങ് ലൈഫ് കോച്ച് ചേർന്നു. അൽഹംദുലില്ലാഹ് ലൈഫ് കോച്ചിങ്ങിന് ചേർന്ന ആളുകളൊക്കെ ഹാപ്പിയാണ്. അവരെല്ലാവരും പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. ലൈഫിൽ നല്ല മാറ്റം. എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല, അത്രമാത്രം. ചിലർ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇഫ്തുർ റഹ്മാൻ സാറിൻ്റെ പിന്നെ കൗൺസിലിങ്ങും അതിനുശേഷമുള്ള ലൈഫ് കോച്ചിങ്ങിനും ചേർന്നു എന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോഴ്സിന് വേണമെങ്കിൽ ചേർന്നോ. ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു 1-on-1 കേസസ് ആണെങ്കിൽ ഞാൻ 30,000 പെർ മന്ത്, 30,000 ഒരു കോഴ്സിന് 2.5 മാസം 3 മാസം വരെ എടുക്കും. അതല്ല ബാച്ച് നടത്തുന്നുണ്ട്. ആ ബാച്ചിലാണ് ഒരു ക്ലാസ്സാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്നത്. ആ ബാച്ചിലാണെങ്കിൽ 12,000. ആദ്യം ഞാൻ 7,500 വെച്ച് തുടങ്ങിയത്. എനിക്ക് തോന്നിയത് മുതലാവണില്ല, ഒരുപാട് ശബ്ദമെടുത്ത് സംസാരിക്കുന്നത് 10 ഞാനിപ്പോൾ 12 ആക്കിയിട്ടുണ്ട്. മനസ്സിലായി? എൻ്റെ 3ാമത്തെ 4ാമത്തെ ബാച്ചാണ് അത് വരുന്നത്. അപ്പോഴേക്കും ഞാൻ 12 ആക്കിയിട്ട്, ബിക്കോസ് ഇറ്റ്സ് വർത്ത്. ആ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകളിൽ വരുന്നുണ്ട്. മാത്രമല്ല എനിക്ക് ഞാൻ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ടൊരു വരുമാനം എനിക്കാവുന്നുണ്ട്. 12,000 ബാച്ചിന്. ഞാൻ അതല്ല, അതിൻ്റെ വീഡിയോസ് മാത്രം, പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് വേണമെങ്കിൽ ഓരോ സെക്ഷൻ്റെ വീഡിയോസ് ഞാൻ തരാം. ഒരു സെക്ഷന് 1,500, അങ്ങനെ 7 സെക്ഷൻ്റെ 10,500 രൂപ വരും. അതല്ല സെക്ഷൻ ഒന്നായിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിലോ 10,000 റുപ്പീസിന് എല്ലാം ഞാൻ ഒരു വർഷൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് യഥേഷ്ടം വീഡിയോ കാണാം. സോ പാരൻറ്റിങ്, ഈ റീപാരൻറ്റിങ് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. കുറേ എക്സാമ്പിൾസ്, 100ഓളം എക്സാമ്പിൾസ് ഞാൻ ക്രോഡീകരിച്ചിട്ടുണ്ട്. പക്ഷേ എക്സാമ്പിൾസ് ഓരോന്നും വായിച്ച് തീർക്കാൻ ഇതില്ല, സമയമില്ല. മാത്രമല്ല അത് ഞാൻ എന്ത് ചെയ്തും ഒരു അടുത്ത വീഡിയോ ആക്കി മാറ്റിയിട്ട് ഞാൻ അത് എൻ്റെ കോഴ്സിന് ചേർന്ന ആളുകൾക്ക് കൊടുക്കും. പക്ഷേ ഈ വീഡിയോ ഇറ്റ്സ് എ പബ്ലിക് പ്രോഗ്രാം. അതുകൊണ്ട് പബ്ലിക് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ യൂട്യൂബിലേക്ക് കയറ്റും, എൻ്റെ സൈറ്റിലും കയറ്റും. സോ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇപ്പം റീപാരൻറ്റിങ് എന്താണെന്നുള്ളത് പ്രാക്ടിക്കലിയാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വന്ന അൺഹെൽത്തി പാരൻറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വം, ധാർമ്മികമായ എല്ലാ രീതിയിലുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. 2, നമുക്ക് കൊഗ്നേറ്റീവ് പാരൻറ്റിങ്, മക്കൾക്ക് കൊടുക്കുന്ന കൊഗ്നേറ്റീവ് പാരൻറ്റിങ് ഉണ്ട്, ബോധപൂർവം കൊടുക്കുന്ന, നമ്മൾ അവരുടെ ഇടപെട്ടുകൊണ്ട്. അത് നമ്മൾ പഠിക്കണം, അത് ഇരുന്ന് പഠിക്കാനുണ്ട്, അത് മനസ്സിലാക്കി പഠിക്കാണ്ട്, സ്പീച്ച് കേട്ട് പഠിക്കാണ്ട്. ലൈഫ് കോച്ചിങ് ചേർന്നോ. അത് പിന്നെ ഏകദേശം ഒരു 7ഓളം വീഡിയോസ്, 7 വീഡിയോ മീൻസ് ഏകദേശം 10 മണിക്കൂറോളം ഉണ്ടാവും. അപ്പോൾ 10 മണിക്കൂറുള്ള വീഡിയോസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾ ആ സ്വഭാവം നിങ്ങളിൽ വരികയാണ്. അതാണ് ഇൻ്റലക്ച്വൽ പാരൻറ്റിങ്. അതോടൊപ്പം മറ്റൊന്ന് മെറ്റഫിസിക്കൽ പാരൻറ്റിങ്.
എന്നതാണ് നമ്മുടെ വ്യക്തിത്വം ശരിയാക്കുക വഴി. നമ്മൾ വ്യക്തിത്വം ശരിയാക്കിയാൽ നമ്മുടെ മക്കളുടെ വ്യക്തിത്വം ശരിയാവും എന്നാണ് മെറ്റാഫിസിക്കൽ പാരൻറ്റിങ്. ഇതിൽ ഞാൻ എന്നെ പാരൻ്റ് ചെയ്തെടുക്കുന്നതാണ് റീപാരൻറ്റിങ്. ഞാൻ എന്നെ റീപാരൻ്റ് ചെയ്തെടുക്കുന്നതാണ് റീപാരൻറ്റിങ്. അതിൻ്റെ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അറിവുകളെല്ലാം പഠിക്കുക. പിന്നെ നമുക്ക് ഇടപഴകുവാൻ എപ്പോൾ ചാൻസ് കിട്ടിയാലും, അപ്പോൾ എന്ത് എൻജോയ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാലും ആ എൻജോയ്മെൻറ്റിൽ ഹാപ്പിനെസ് കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെ പങ്കുചേരുക. അത്തരം ആളുകളോടുമായിട്ട് അവരുടെ ഒരു മൈൻഡോടുകൂടി നമ്മൾ പിന്നെ ബിഹേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ എൻജോയ്മെൻറ്റ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഞാൻ എന്ത് ചെയ്തു. എനിക്ക് ബൈക്ക് റൈഡിങ് ഇഷ്ടമാണ്, വൺ ഡേ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ഈവൻ ഐ ആം യൂസിങ് ദ ബൈക്ക് നൗ. മോട്ടോർ ബൈക്ക് ലോങ് ഡ്രൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൂരത്ത് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സംഗതികളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്തുകൂടെ? യെസ്. ഞാൻ എൻ്റെ സിസ്റ്റർ ഉണ്ട്, അവൾ വീട് എക്സ്പാൻഡ് ചെയ്തു, കിച്ചൺ ഒരു അടിപൊളി കിച്ചണാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കിച്ചൺ കുറച്ച് വലിപ്പമറിയില്ല, ഇത് ഭയങ്കരമാണ്. എന്നോട് പറഞ്ഞു നല്ലൊരു കിച്ചൺ, ഇപ്പം എന്താ പറയുക, മോഡുലർ കിച്ചണോ, നല്ലൊരു അടിപൊളി കിച്ചൺ ഉണ്ടാകും. അതിന് എൻ്റെ ലൈഫിൽ വലിയൊരു ആഗ്രഹമാണ് കാക്ക. ആ ആഗ്രഹമൊക്കെ വെച്ച് മരിച്ചു പോയിട്ട് എന്താ കാര്യം? സോ എനിക്ക് എൻ്റെ അടുത്ത് പൈസ അടിച്ചാൽ ഞാൻ അത് ഇഷ്ടം പോലെ ഉണ്ടാക്കിയത്. യെസ്, ദിസ് വാട്ട് ഐ നീഡ്. ഇതാണ് നമുക്ക് ആവശ്യം. നമ്മളൊക്കെ ഇങ്ങനെയുള്ള ഹലാല തൈവായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് നേടണം, അതൊക്കെ നമുക്ക് ആസ്വദിക്കണം. സോ വി ഹാവ് ടു എൻജോയ് അവർ ലൈഫ്. അപ്പോൾ നമ്മളെ ലൈഫ് ശരിക്കും ഇപ്പം എത്ര വയസ്സ് നിങ്ങൾക്ക് കഴിക്കണോ അത്രയും വയസ്സിൻ്റെ ഹാപ്പിനെസ് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഈ റീപാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ മനസ്സിലാക്കിയാൽ, ഇത് ഒരു ദിവസത്തെ പണിയൊന്നുമല്ല. ഇതിങ്ങനെ ഒരു ശീലമാക്കി മാറ്റിയാൽ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരും. ഉള്ളിലുണ്ടാകുന്ന കുറേ പേടിയും ദുഃഖവും ടെൻഷനും വിഷമവും അസൂയും പകയും കുഷ്മവും വാശിയും വീശിയും ദശയും എല്ലാം കൂടെ പോവുകയും ചെയ്തോളും. ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനാണത്. ഓക്കെ, യെസ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. സോ ഇനി ഇതിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഞാനത് എന്താ പറയുക, സമയത്തിനനുസരിച്ച് ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓക്കെ, വലൈക്കും മാഷാഅല്ലാ, പറയൂ. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ക്ലാസ് കേൾക്കുന്നത്. ഇതിലൊരു പ്രശ്നം കഴിഞ്ഞാൽ വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ നമുക്ക് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? അതായത് നമ്മൾ പറഞ്ഞ പോലെ നമ്മള് റോങ് പാരന്റിങ്ങിൽ വന്നതാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ മൈൻഡിൽ നിന്ന് അതേ വരുള്ളൂ. നമുക്ക് എപ്പോഴും റീപാരന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൈൻഡിൽ ഇപ്പോൾ നമ്മളെ എന്താ പറയാ മൈൻഡിൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലി വർത്തി. യെസ്, ഇവിടെയാണ് ശരിക്ക് ഈ അൺഹെൽത്തി പാരൻറ്റിങ് വഴി കിട്ടിയിട്ടുണ്ടാകുന്ന വിചിത്രമായ സ്വഭാവ പെരുമാറ്റ ഗുണങ്ങൾ നമ്മളിൽ അസ്ഥിക്ക് പിടിച്ചാൽ, ദാറ്റ് മീൻസ് നമ്മളെ പേഴ്സണാലിറ്റി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണാലിറ്റി റീഫ്രെയിമിങ് ആവശ്യമാവും. പക്ഷേ ചില സംഗതികളൊക്കെ എന്ത് ചെയ്യുന്നതോ നമുക്ക് ഒരു തെറാപ്യൂട്ടിക് കൗൺസിലിങ്ങിലൂടെ ഒഴിവാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയക്ക് ചെയ്ത് മനസ്സിലാക്കട്ടെ, ഒരു മിനിറ്റ് ഞാൻ ആൻസർ ചെയ്ത് കൊടുത്തോട്ടെ. ഓസ്ട്രേലിയക്ക് അറ്റൻഡ് ചെയ്തൊരു കേസ്, അവർ ഒരു ലേഡിയാണ്, മാഷാഅല്ലാഹ് ഇറ്റ്സ് വെരി ബ്രില്യൻ്റ് ആൻഡ് അവിടെ എത്തിയത് അതുകൊണ്ടാണല്ലോ. പക്ഷെ അവർക്ക് ലിഫ്റ്റ് കയറാൻ പറ്റില്ല, ഉയരത്തിലേക്ക് കയറാൻ പറ്റില്ല. ലിഫ്റ്റ് കയറാൻ പറ്റാത്തത് കൊണ്ട് ലിഫ്റ്റ് കയറി പോകേണ്ട ജോലി അവർക്ക് പോകാൻ പറ്റില്ല. അവിടെ ഒരു ജോലി കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം, പക്ഷേ ലിഫ്റ്റ് കയറി പോകുന്ന ജോലി അവർക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളെ ഒരു കാഷ്വലായിട്ട് ഇവിടെ എത്തിയ വേറൊരു കേസ് വന്നിട്ട് ഒരാൾ റബ്ബർ കൊടുത്തിവിടെ എത്തിയതാണ്. ഈ ആവശ്യത്തിനല്ല, പക്ഷേ ഇത് അറിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തെറാപ്യൂട്ടിക്കലി അതടച്ച് ഫ്രീ ആക്കി കൊടുത്തു. അതിനുശേഷം അവരെന്ത് ചെയ്തു, അവർ സ്വന്തമായിട്ട് ലിഫ്റ്റ് കയറി ഇറങ്ങിയതിന് ശേഷം ആ ലിഫ്റ്റിൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് താങ്ക്സ് നോട്ട് അയച്ചു, വോയിസ് വിട്ട്. അൽഹംദുലില്ലാഹ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ലിഫ്റ്റ് കയറി ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ അവർക്ക് ലിഫ്റ്റ് കയറി പോകുന്ന ജോലി കിട്ടി, അവർ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചില സംഗതികൾ ഒരു തെറാപ്യൂട്ടിക് കൗൺസിലിങ്ങിലൂടെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് വ്യക്തിത്വപരമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി റീഫ്രെയിമിങ് തന്നെ വേണ്ടി വരും. അങ്ങനെ റീഫ്രെയിമിങ് ചെയ്യണമെന്നല്ലാണ് ഈസി ടെക്നിക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ബാച്ചിന് ചേർന്നോ, ഇറ്റ്സ് ഓൺലി ജസ്റ്റ് 12,000 rupees. അത് 3 monthsനാണ്. ഞാൻ അതല്ല, നിങ്ങൾക്ക് ഇതിന് വീഡിയോസ് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോ, 1,500 rupees തന്ന് നിങ്ങൾ ആ വീഡിയോസ് ഒരു മാസം കൊണ്ടൊക്കെ കണ്ട്, പിന്നെ അടുത്ത് വാങ്ങിച്ച് ഇങ്ങനെ ഒരു സാവധാനം ഇങ്ങനെ മാറ്റിയെടുക്കാം. അപ്പോൾ അതൊരു ഓവർനൈറ്റ് മാറ്റാൻ പറ്റുന്ന പരിപാടിയല്ല, പക്ഷേ അതിങ്ങനെ മാറ്റിയെടുക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. ഇനി എന്തെങ്കിലും ഉണ്ടോ സംശയം? വേറെ
അബ്ദുൽ മജീദോ ആരോ കൈ പൊക്കിയത് എനിക്ക് തോന്നി. ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇൻഷാ അല്ലാ നമുക്ക് പിന്നെ എന്താക്കാം. പിന്നെ ഇതിൽ വരുന്ന വിഷയം റീഡിങ് ഹാബിറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പല ആൾക്കാരും ഇത് റീഡിങ് ഹാബിറ്റ് നഷ്ടപ്പെട്ടവരാ. വല്ലാഹി റീഡിങ് ഹാബിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ യു ആർ ലൂസിങ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. റീഡിങ് ഹാബിറ്റ് വായിക്കാത്തതിന് 10 പൈസക്ക് പറ്റില്ല. വായിക്കാത്തതിന് എന്തിനെ പറ്റില്ല. വായിക്കണം. വായിക്കാത്തതിന് 10 പൈസക്ക് പറ്റില്ല. അതുകൊണ്ട് വായിക്കുന്ന സ്വഭാവം അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് പോലെയുള്ള പോസിറ്റീവ് ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെയൊക്കെ എന്ത് ചെയ്യാം, പോസിറ്റീവ്നെസ് കൊണ്ടുവരാൻ പറ്റും ഇൻഷാ അല്ലാ. യെസ് പറയൂ. വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറേശ്ശെ ഈ പറ്റാത്ത സംഗതികളെ പറ്റിച്ചെടുക്കുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. വായിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്കറിയാം ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ലൈഫ് കോച്ചിങ് ചേർന്നു, എന്നോട് പറഞ്ഞു ഇഫ്സോ 20 മിനിറ്റ്സിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. 20 മിനിറ്റിലപ്പുറത്തേക്ക് എന്നെ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല ഒരു സംഗതിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് വർക്കാണെങ്കിൽ പോലും. ഞാൻ പറഞ്ഞു ലീവ് ടു മീ, എനിക്ക് വിട്ടോട്ടെ. ആ 20 ഞാൻ എന്തായത് 13 ക്ലാസ് ഞാൻ നടത്തി. 13 നിർത്തല്ല, ആദ്യത്തെ 2-3 ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും 1.5 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് ചോദിച്ചു, ഇപ്പോൾ ഈ 20 എവിടെ എത്തി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് പറഞ്ഞത്, കാരണം ഇത് ഒരു തരത്തിൽ ഒരു ബ്ലോക്ക്, ഡിസേബിളിങ് ബിലീഫ്, അത് സ്പിരിച്വൽ ബ്ലോക്ക് ആവും. ഡിസേബിളിങ് ബിലീഫ് എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായി. 20 മിനിറ്റ് കഴിയാത്ത ഒരാളെ ഞാൻ 1.5 മണിക്കൂറും 1.25 മണിക്കൂറും ക്ലാസ് അറ്റൻഡ് ചെയ്യിക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്. ആൻഡ് ഹീസ് വെരി ഇൻട്രസ്റ്റഡ്. എന്നോട് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, എപ്പോഴാണ് ക്ലാസ് എപ്പോഴാണ് ക്ലാസ് എന്ന് ചോദിക്കും. ഞാൻ അങ്ങോട്ട് കൂടണ്ട, ഇയാൾ ഇങ്ങോട്ട് വരും. അപ്പോൾ അതുപോലെ ഗ്രാജ്വലി ഇത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രാജ്വലി ഇമ്പ്രൂവ് ചെയ്ത്. അപ്പോൾ ഈ ഡിസേബിളിങ് ബിലീഫ് ആണ് സ്പിരിച്വൽ ബ്ലോക്കായി. ആത്മീയ തടസ്സം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. ഈ ആത്മീയ തടസ്സത്തിന് എന്തായി കുറേ കോഴിമുട്ടിയും നാളികേരവും വെച്ചിട്ടുള്ള ചികിത്സയല്ല. ആത്മീയ തടസ്സത്തിന് ബുദ്ധിയോ അറിവോ കൊണ്ടാണ് ചികിത്സ, അറിവുകൊണ്ട്. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ വീട്ടിൽ എന്താ പറയുക അബോർഷൻസ് ഉണ്ടാകുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ വന്നിട്ട് എനിക്ക് അബോർഷൻസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു മെഡിക്കലി എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? മെഡിക്കലി വി ആർ ഓൾ പെർഫെക്റ്റ്, ഹസ്ബൻഡ് വൈഫ് ഞങ്ങൾക്ക്, പക്ഷേ അബോർഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അവർക്ക് സ്പിരിച്വൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ഒന്ന് ടെസ്റ്റ് ചെയ്യും. മോൾ അവിടെ ആ സോഫയിലിരുന്നു, എന്നിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുത്തോ, കണ്ണടച്ചിരുന്നിട്ട് നല്ലൊരു വൈവാഹിക ഒരു ദാമ്പത്യ ബന്ധം, ദാറ്റ് മീൻസ് ഒരു കൊഹാബിറ്റേഷൻ, ഓക്കെ, ഒരു ബന്ധം നടന്ന് അതിൽ നീ ഗർഭം ധരിച്ചു എന്നൊന്ന് സങ്കല്പിച്ച് അങ്ങനെ ഗർഭം ധരിച്ചു. ആ കുട്ടി വളരുന്നുണ്ട്. 1 ആഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി. ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ വളരുന്നത് പോലെ സങ്കല്പിച്ചു. ഏകദേശം ഒരു 1/4 മണിക്കൂർ കൊണ്ട് 10 മാസം തികഞ്ഞ് പ്രസവിക്കുന്നത് വരെ ഒന്ന് സാവധാനം അറ്റൻഡ് ചെയ്ത് വേറെ ഒന്നും മൈൻഡ് കൊടുക്കാതെ ചിന്തിച്ചുകൊണ്ടേയിരുന്ന എന്ന് പറയും ഞാൻ. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് 2 ആഴ്ച 3 ആഴ്ച 1 മാസമൊക്കെ എത്തുമ്പോഴേക്ക് കുട്ടി തുടങ്ങും, അയ്യോ എനിക്ക് ഭയങ്കര വയറുവേദന ഇരുന്നിട്ട്, എനിക്ക് വയറുവേദനിക്കും, ഞാൻ കണ്ണുറക്കട്ടെ, കണ്ണുറക്കും, പിന്നെ എനിക്കൊന്നൊരു ഭക്ഷണം പോകണമെന്നൊക്കെ പറയും. ശരിക്കൊരു അബോർഷൻസ് ഉണ്ടാകുന്ന പെയിൻ ഈ കുട്ടിക്ക് അനുഭവപ്പെടുകയാണ്. എവിടെ ഈ സോഫയിൽ ഇരുന്നിട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിസേബിളിങ് ബിലീഫ് ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതാണ് സ്പിരിച്വൽ ബ്ലോക്കായി. അപ്പോൾ ഈ ഡിസേബിളിങ് ബിലീഫ് എങ്ങനെ വന്നത് ഈ കുട്ടിയുടെ ഉമ്മാക്ക് അബോർഷൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ഉപ്പാൻ്റെ പെങ്ങൾക്ക് ഉണ്ടായി, അതല്ലെങ്കിൽ അവളുടെ ഏട്ടത്തിക്കുണ്ടായി. അങ്ങനെ ആർക്കെങ്കിലും ഒന്നും ഉണ്ടായപ്പോൾ ഈ കുട്ടി ചെറുപ്പത്തിൽ തന്നെ അല്ല കല്യാണമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഗർഭമൊക്കെ ഉണ്ടാവില്ലേ, ഗർഭമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അബോർഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഞാനൊക്കെ കല്യാണം കഴിച്ചാൽ എനിക്കൊക്കെ അബോർഷൻ ഉണ്ടാവുമോ, ഞാനൊക്കെ കല്യാണം കഴിച്ചാൽ അങ്ങനെ എന്നോട് കൂടി കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ആൻസൈറ്റിയിലാണ്, അല്ല അബോർഷൻസ് ഉണ്ടാവുമോ, ഗർഭിണിയായ അബോർഷൻ ഉണ്ടാവില്ലേ. ഇങ്ങനെ നിരന്തരമായ ഒരു ചിന്തകൾ വഴി ഡിസേബിളിങ് ബിലീഫ് ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ വർക്ക് ആസ് എ സ്പിരിച്വൽ ബ്ലോക്ക്. എന്നതുപോലെ ഈ പറഞ്ഞ പെൺകുട്ടി നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും ഇൻഷാ അല്ലാ. ഏതായാലും ഈ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അറ്റ്ലീസ്റ്റ് 1 അവറിലേക്ക് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കുറച്ച് ദിവസം നമുക്ക് തെറാപ്യൂട്ടിക് സെഷൻസ് ചെയ്താൽ മതി. വി ക്യാൻ ഡു ദാറ്റ് ഇൻഷാ അല്ലാ. യെസ്, അടുത്തത്
നോബഡി? ആരുമില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പി എം ഇൻഷാല്ലാ. ആരെങ്കിലും ഉണ്ടോ? ട്രൈ ടു സ്പീക്ക്. ആരെങ്കിലും നിങ്ങൾ പിന്നെ ഈ സംസാരിക്കുന്ന ആളുകൾ ശബ്ദം പുറത്തു വരുന്നതിൽ നിങ്ങൾ മൈക്ക് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങളുടെ മൈക്ക് ഓഫാക്കിയിട്ട് ഓഫാക്കിയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എല്ലാവരുടെ മൈക്കും തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൈക്ക് ഞാൻ ഇവിടുന്ന് മ്യൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ അവിടുന്ന് നിങ്ങളത് മ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് സംസാരിച്ചാൽ കേൾക്കും. യെസ്, ഇനിയൊന്നുമില്ലെങ്കിൽ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സോ അഗൈൻ ഐ എം ടെല്ലിങ് യു, ഇൻഷാല്ല ഇത് 9-ാം തീയതിയായി. മോസ്റ്റ്ലി 14-ാം തീയതി 15-നോട് കൂടിയിട്ട് ഞാനൊരു ബാച്ച് തുടങ്ങും, ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്. ഒരു ബാച്ച് അത് ഏകദേശം 2.5 മാസം മിനിമം എടുക്കും, 3 മാസം വരെ എടുക്കും എന്തായാലും. അത് പിന്നെ ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്ന ബാച്ച് FMW ഫ്രൈഡേ, മൺഡേ, വെനസ്ഡേ രാത്രി 9:30 തൊട്ട് 11 മണി വരെ ഉണ്ടാവും. അത് 12,000 റുപ്പീസാണ്. അത് ചേരുമ്പോൾ 5,000, പിന്നെ ഒരു മാസം കഴിഞ്ഞ് 5,000, പിന്നെ 2,000. ഒന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടക്കാം, അതല്ലെങ്കിൽ ഈ രീതിയിൽ അടക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ചേരാം, അതല്ലെങ്കിൽ നമ്മളെ വീഡിയോസ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓരോ സെക്ഷനും 1,500 രൂപ, അങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻസ് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. അതല്ല മൊത്തം 10,000 അടച്ചിട്ട് 7 സെക്ഷൻസ് വാങ്ങിക്കാം. അപ്പോൾ സ്റ്റഡി മെറ്റീരിയലും വീഡിയോസ് തരും. നിങ്ങൾക്കത് കേട്ടിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സാപ്പിൽ 24 hour ഞാൻ ഉണ്ടാകും. ഞാൻ ഉറങ്ങത്തുനിന്ന് എണീറ്റാൽ അപ്പോഴും ഞാൻ വാട്സപ്പ് ഒന്ന് നോക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ആൻസേഴ്സും ഞാൻ തരും. സോ ഇതിൽ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, 2-3 മാസം ഒക്കെ കൊണ്ട് ആളുകളെ റീഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന. ആൻഡ് ഐ ബിലീവ് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് സർവീസ് ടു ദ പീപ്പിൾ. ഓഫ് കോഴ്സ് ഐ എം ചാർജിങ് ഇറ്റ്, ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് സർവീസ്. ഒരുപാട് നമുക്കുണ്ടാകുന്ന അൺഹെൽത്തി പാരൻറ്റിങ്ങും അൺഹെൽത്തി റിലീജിയസ് കോൺസെപ്റ്റുകളും, പ്രത്യേകിച്ച് മതവിശ്വാസത്തിൽ, വിധിവിശ്വാസത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സ്പിരിച്വൽ ബ്ലോക്കുകളുണ്ട് വിധിവിശ്വാസത്തിൽ. അതുപോലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? സ്വർഗം കിട്ടുന്ന? നോ, ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു മുസ്ലിം ഓറിയൻറ്റഡ് സിലബസാണ് ഇതിൽ ഉപയോഗിക്കുക. ഇനി അതല്ലാത്തവരും നമ്മളിത് സമീപിക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് നമ്മൾ ഒരു ഇസ്ലാമിക് വശം അല്ല, പക്ഷേ ജനറലി ആക്സെപ്റ്റ് ചെയ്യുന്ന വശത്തിലൂടെയാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഏത് മതസ്ഥർക്കും ഞാൻ ചികിത്സിക്കാറുണ്ട്, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്, കൗൺസിലിംഗ് എല്ലാം കൊടുക്കാറുണ്ട്. സോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ ഇഫ് നോട്ട് വി ക്യാൻ വൈൻഡ് അപ്പ് ഇൻഷാ അല്ലാഹ്. സോ ബറക്കല്ലാ, ജസാക്കല്ലാ ഖൈർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. ആൻഡ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും.